എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1415 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ഈ സൂം വെബിനാറിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ചർച്ചയ്ക്കുള്ളത്. പൊതുജനാരോഗ്യ ബില്ല് നെല്ലും പതിരും എന്ന വിഷയത്തിൽ ഇന്നൊരു ചർച്ചയാണ് നടക്കുന്നത്. ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ മുഹമ്മദ് അൻസാർ ഡോക്ടർ ആണ്. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്ന മുഹമ്മദ് അൻസാർ ഡോക്ടർ, ചീഫ് ഫിസിഷ്യൻ, ഹോമിയോ മെഡിക്കൽ ട്രസ്റ്റ്, പെരിഞ്ഞനം, തൃശൂർ. ഹൃദ്രോഗ ചികിത്സയിലെ അഗ്രഗണ്യനാണ്. വിവിധ സംഘടനകളിൽ ധാരാളം തുടർ വിദ്യാഭ്യാസ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള വ്യക്തിത്വം. വിവിധ മാധ്യമങ്ങളിൽ നിരന്തരം പരിപാടികളും ലേഖനങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. ISKയുടെ തൃശൂർ ജില്ലാ സെക്രട്ടറി, ക്യുഫ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ പലതവണ വെട്ടിത്തിളങ്ങിയ നേതാവ്. 2015 സ്വാമി ആദരദാസ് അവാർഡ് ജേതാവ്. ഇന്നത്തെ ഈ പൊതുജനാരോഗ്യ ബിൽ നെല്ലും പതിരും ചർച്ചയിലേക്ക് ഡോക്ടർ മുഹമ്മദ് അൻസാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. പ്രിയ ഡോക്ടർമാരെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനിടയിൽ നമുക്ക് വന്നുവിട്ടിട്ടുള്ള ഒരു പ്രത്യേക സാഹചര്യമാണ് ഇന്ന് പൊതുജനാരോഗ്യ ആക്റ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉരുത്തിരിഞ്ഞിട്ടുള്ള അവസ്ഥ. ഇത് നമ്മൾക്ക് എത്രമാത്രം ഉപദ്രവം ചെയ്യുന്നു, അതായത് ആയുഷ് മേഖലയ്ക്ക് മൊത്തമായി, പ്രത്യേകിച്ച് ഹോമിയോപ്പതിക്ക് കൂടുതൽ ഹാനികരമാകുന്ന രീതിയിൽ ഉള്ള ഒരുപാട് വ്യവസ്ഥകൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു നിയമമാണ് ഇപ്പോൾ ഓൾറെഡി പാസ്സായിട്ടുള്ളത്. അപ്പം ഈ സമയത്ത് ഈ നിയമം പാസ്സായി വന്നു. അത് ഇപ്പോൾ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കുന്ന, അതായത് അതിനെ പറ്റിയുള്ള ചർച്ചകളും അതിന് വേണ്ടുന്ന കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് തന്നെ സർക്കാർ അതിനുവേണ്ടി ഒരു സമിതി രൂപീകരിച്ചു. ആ സമിതിയിൽ ഹോമിയോപ്പതിക്ക് വേണ്ടി ഒരു പ്രതിനിധിയെ ഏർപ്പെടുത്തി. പക്ഷേ ആ പ്രതിനിധി പലപ്പോഴും ഇമ്പാർഷ്യലായിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഒരു നമ്മുടെ ആശങ്കകളോ അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ചില ഡിമാൻഡുകളോ അദ്ദേഹം ഉൾക്കൊള്ളുവാനോ അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തന രീതിക്കോ ഇന്ന് തയ്യാറല്ല. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ ഇക്കാര്യങ്ങളെ കൂടുതൽ ഹോമിയോപ്പതി ഡോക്ടർമാരിലേക്ക് എത്തണം, കൂടാതെ പബ്ലിക്കിലേക്ക് എത്തണം. അതുമല്ല, മറിച്ച് ഇന്ന് വിദ്യാർത്ഥികളിലേക്ക് എത്തണം. ഇത്തരം ഒരു പ്രവർത്തനവുമായി രൂപപ്പെട്ടിട്ടുള്ള യുണൈറ്റഡ് മൂവ്മെന്റ്സ് ടു സെർവ് ഹോമിയോപ്പതി എന്ന ഒരു കൂട്ടായ്മ പ്രവർത്തിച്ചു വരുന്നു. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ സാഹചര്യത്തിൽ ഉണ്ടായ ചില കാര്യങ്ങളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ഇത് നമ്മളിപ്പോൾ അതായത് നോർത്ത് സോൺ, മിഡിൽ സോൺ, അങ്ങനെ 2 സോണലായിട്ട് 2 മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്തു. നിരവധി ഡോക്ടർമാർക്ക് അതിൽ പങ്കെടുക്കാനും ആശയങ്ങൾ കൈമാറാനും എന്താണ് ഇന്നത്തെ അവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ അന്ന് ഉരുത്തിരിഞ്ഞ ഒരു അഭിപ്രായത്തിന്റെ വെളിച്ചത്തിൽ ഈ ഹോമിയോപ്പതിക്ക് വേണ്ടി അറ്റൻഡ് ചെയ്യുന്ന നമ്മുടെ പ്രതിനിധിയെ ഈ ഡോക്ടർ ദേവരാജ്, ഡോക്ടർ സുനിൽ തുടങ്ങിയവർ നേരിട്ട് കണ്ടിട്ട് പൊതുവിലുള്ള ഈ ആക്റ്റിൽ പൊതുവിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ നേരിൽ ധരിപ്പിക്കുകയും ഒരു മെമ്മോറാണ്ടം അദ്ദേഹത്തിന് സമർപ്പിക്കുകയും ചെയ്തു.
പക്ഷെ അദ്ദേഹത്തെ നമ്മൾ ഒരു വ്യക്തിയായിട്ടല്ല കണ്ടത്. സർക്കാർ ഒരു പദവി കൊടുത്ത് അതിനുവേണ്ടി നിയോഗിച്ച ഒരു ഹോമിയോപ്പതിക് ഡോക്ടർ എന്നുള്ള കൺസെപ്റ്റിലാണ്, ആ ഒരു അധികാരം അദ്ദേഹത്തിനുണ്ട് എന്ന ധാരണയിലുമാണ് നമ്മൾ അദ്ദേഹത്തെ സമീപിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തെ സമീപിച്ച് നമ്മൾ ഇക്കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം അത് മനസ്സിലാക്കി മറ്റൊരു രീതിയിലായിപ്പോയി. അത് പിന്നീടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലും ചില കമന്റ്സിലും വളരെ വ്യക്തമായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ അദ്ദേഹം ത്രൂ ഇത് നടക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ കഴിഞ്ഞ ലാസ്റ്റ് വീക്കിൽ ഞാനും ഡോക്ടർ എബി മാത്യുവും കൂടി CMന്റെ ഓഫീസിലും ഹെൽത്ത് മിനിസ്റ്റർ നേരിൽ കണ്ടു, അതുപോലെ തന്നെ ലോ സെക്രട്ടറിയെ നേരിൽ കണ്ടു, കൂടാതെ ഇതിന്റെ ഈ സമിതിയുടെ അധ്യക്ഷനായ ഡോക്ടർ ജിതേഷിനെ നേരിൽ കണ്ടു, കാര്യങ്ങൾ അവതരിപ്പിക്കുകയും കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കുകയും ചെയ്തു. അപ്പൊ ഇതില് ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാല് ഇത് നിയമമായി കഴിഞ്ഞു. ഈ നിയമമായി കഴിഞ്ഞതിന് നമുക്ക് നമ്മുടെ ആശങ്കകളെ അകറ്റി ഹോമിയോപ്പതിക്ക് വളരെ നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മളെ ഗവൺമെന്റിന്റെ മുന്നിൽ വെച്ചിട്ടുള്ള ആവശ്യം. അപ്പൊ അത് ഏറെക്കുറെ അത് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ ഈ സാഹചര്യത്തിൽ നമുക്ക് IFBHല് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരും അഭ്യുദയകാംക്ഷികളും എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ആക്ടിന്റെ അതായത് ആക്ടിന്റെ ഭേദഗതി വന്നേ മതിയാവും. ഇപ്പോൾ തൽക്കാലം നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ നമുക്ക് അനുകൂലമായ ഘടകങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളുടെ പ്രവർത്തനം, നമ്മളുടെ ചികിത്സാ സ്വാതന്ത്ര്യം നിലനിർത്തണം എന്നതാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിനൊരു പരിധിവരെ ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും അധികം ശത്രുത ഉള്ളത് മറ്റു വിഭാഗത്തിൽ നിന്നല്ല. ഇപ്പൊ ഓൾറെഡി ഹോമിയോപ്പതി ഡോക്ടർമാരുടെ ഇടയിൽ നിന്നാണ്. അതായത് പ്രമുഖമായ 3 സംഘടനകൾ ഒരിക്കലും അവര് ആദ്യകാലങ്ങളിൽ അവർ പറഞ്ഞിരുന്നത് ഈ ആക്ടുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആക്ടുമായി പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് എല്ലാവരും തിരിച്ചറിയുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവര് കാര്യങ്ങൾ കൈവിട്ട് തുടർന്ന് അവരുടേതായ രീതിയിൽ മെമ്മോറാണ്ടം നൽകുകയും പലപ്പോഴും അവർ മെമ്മോറാണ്ടം കൊടുത്തത് ഈ യുണൈറ്റഡ് മൂവ്മെന്റ് ടു സേർവ് ഹോമിയോപ്പതി എന്ന പ്ലാറ്റ്ഫോം മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ പലപ്പോഴും മെമ്മോറാണ്ടങ്ങൾ പോലും തയ്യാറാക്കി കൊടുത്തിട്ടുള്ളത്. അത് കൊടുത്തു. അതിനൊപ്പം തന്നെ ഇപ്പൊ ഏറ്റവും അവസാനം മനസ്സിലാക്കുന്ന വിവരം എന്താ വെച്ചാല് ഈ പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട ആളുകൾക്കെതിരെ നടപടിയെടുക്കണം എന്നുവരെ ആവശ്യപ്പെട്ടുകൊണ്ട് മെമ്മോറാണ്ടം കൊടുത്തു എന്നാണ് അറിയുന്നത്. അപ്പോൾ എത്രമാത്രം ഉപദ്രവമാണ് ഇവരിൽ നിന്ന് ഹോമിയോപ്പതിക്ക് ഉണ്ടാകുന്നത് എന്നുള്ളത് ഏവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കിയത് നമുക്ക് മറ്റു സിസ്റ്റത്തിൽ നിന്നുള്ള എതിർപ്പായിരിക്കാം ഈ ആക്ടിനെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളുടെ ഇടയിൽ നിന്ന് തന്നെ പ്രധാനപ്പെട്ട ഒരു സംഘടന വളരെ മോശമായ രീതിയിൽ ഈ ആക്ടിന് ഭേദഗതി വേണം എന്ന് ആവശ്യപ്പെടുന്നവരെ കരിവാരിത്തേക്കാനും അവർക്കെതിരെ നടപടിയെടുക്കാനും ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു എന്നത് എത്ര നീചമായ ഒരു പ്രവൃത്തിയാണെന്നൊന്ന് ആലോചിച്ചു. അപ്പൊ ഈ സാഹചര്യത്തിൽ ഏത് രീതിയിൽ ഇത്തരം കാര്യങ്ങളെ നമുക്ക് സമീപിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇതില് ഞാൻ ചോദിക്കുന്നത്, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സുകളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പൊ ഇവിടെ സന്നിഹിതരായിരിക്കുന്നവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയാം. അതിൽ കൂടെ നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. അതായിരിക്കും നല്ലതെന്ന്. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഹാൻഡ് റൈസ് ചെയ്യുക. വീണ. ഡോക്ടർ അഡ്മിറ്റ് ചെയ്ത് സംസാരിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ചോദിക്കാനുള്ളത്, ഇപ്പോ അവര് കോവിഡിന്
പ്രിവെന്റീവ് എന്ന് പറഞ്ഞിട്ട് സെയിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഹോമിയോയില് ഇതിൽ പ്രിവെന്റീവ് കൊടുത്തായിരുന്നു. പക്ഷെ ഇത് തീർച്ചയായിട്ടും പ്രിവെന്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് വെക്കാൻ പാടില്ല എന്നാണ് അവർ എതിർത്തത്. പക്ഷെ ആ മെഡിസിൻസ് പബ്ലിക്കിന് കൊടുക്കാൻ പാടില്ല എന്ന് അവർ പറഞ്ഞില്ല. അതുപോലെ തന്നെ ഇങ്ങനെ ഈ ലിസ്റ്റഡ് ഈ ഹെൽത്ത് ബില്ലിന് ഇത്രയും ഡിസീസസ് ലൈക്ക് വൈറൽ ഡിസീസസ്, പിന്നെ ഡയബറ്റീസ്, പിന്നെ എന്തൊക്കെയോ 32 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും ഡിസീസസ് ക്യൂർ ചെയ്യാൻ പറ്റുമെന്ന് ക്ലെയിം ചെയ്യാൻ പാടില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ട്രീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മള് ഇത് ഹോമിയോപ്പതിയിൽ ട്രീറ്റ് ചെയ്യാം, കൺട്രോൾ ചെയ്യാം എന്നൊക്കെ പറയാൻ പറ്റുമോ? അത് ഈ ബില്ല് നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതോ അങ്ങനെ ചെയ്താൽ പോലും നമ്മുടെ മേലിൽ കേസ് എടുക്കോ അങ്ങനെ വല്ലതും ചെയ്യുമോ? അതോ അവരെ ഇന്റിമേറ്റ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യണോ? ഇത് എങ്ങനെയാണ് സാർ? അതൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഈ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഏകദേശം 10-28 കമ്മ്യൂണിക്കബിൾ ഡിസീസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അതിൽ ഏകദേശം അത്ര തന്നെ. അപ്പോൾ ഒട്ടുമിക്ക രോഗങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഇതിൽ എവിഡൻസ് നമ്മുടെ എതിർ പാർട്ടികൾ പറയുന്നത് എന്താ വെച്ചാൽ ഇത് ചികിത്സിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ്. പക്ഷെ ഇവിടെ ഇതിന്റെ ഒരു ഘടന എന്ന് പറഞ്ഞാൽ ഈ ആക്ടും ഇത് നടപ്പാക്കുന്നതിന്റെ ഘടന എന്ന് പറഞ്ഞാൽ പ്രാദേശികമായി ഒരു സമിതി പഞ്ചായത്ത് തലത്തിലോ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ഉണ്ടാവും. അതിലെ പ്രധാനപ്പെട്ട ഒരു റോൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലോ പ്രൈമറി ഹെൽത്ത് സെന്ററിലോ മെഡിക്കൽ ഓഫീസറായ ആളായിരിക്കും മെമ്പർ സെക്രട്ടറി ആയിട്ട് വരുന്നത്. അത് പബ്ലിക് ഹെൽത്ത് ഓഫീസർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. പബ്ലിക് ഹെൽത്ത് ഓഫീസർ എന്നുള്ള പ്ലീസ് സം ഡിസ്റ്റർബൻസസ് പ്ലീസ്. നോക്കട്ടെ. പബ്ലിക് ഹെൽത്ത് ഓഫീസർ എന്നുള്ള ആ ഡെസിഗ്നേഷനിൽ വരുന്ന സാറിന്റെ 2 ഫോൺ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ. അല്ലല്ല, അത് തോമസ് ടി, അത് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പബ്ലിക് ഹെൽത്ത് ഓഫീസർ എന്ന തസ്തികയിലുള്ള വ്യക്തിയാണ് ഇത്തരം അദ്ദേഹത്തിനാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ആർക്കും റിപ്പോർട്ട് ചെയ്യണ്ട. കാരണം അതിനുള്ള കറക്റ്റുള്ള ഡയറക്ഷൻസ് വന്നിട്ടില്ല, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്നിട്ടില്ല. പക്ഷെ പലരും ഇതിനെ മിസ്ലീഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഇപ്പൊ ഈ നമ്മുടെ സമിതിയിലുള്ള ഹോമിയോപ്പതി അംഗം തന്നെ ആദ്യം പറഞ്ഞു നമുക്ക് മെഡിക്കൽ ഓഫീസേഴ്സിന്, നമ്മുടെ ഹോമിയോ മെഡിക്കൽ ഓഫീസേഴ്സിനോ DMOനോ റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു കാര്യം നമ്മുടെ നിയമത്തിൽ പറയുന്നില്ല. ഹോമിയോ ഡോക്ടേഴ്സിനോ റിപ്പോർട്ട് ചെയ്യാനോ അവർക്കത് സ്വീകരിക്കാനോ ഉള്ള ഉത്തരവാദിത്വം ഇല്ല. അതേപോലെ തന്നെ പിന്നെ അദ്ദേഹം പറഞ്ഞൊരു ബ്ലണ്ടർ എന്താണെന്ന് വെച്ചാൽ ആ സമിതിയിലുള്ള ഏതെങ്കിലും ഒരു അംഗത്തിന്, ഈവൻ പഞ്ചായത്ത് പ്രസിഡന്റിന് പോലും റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് പുതുതായിട്ട് ഒരു വാദം പറഞ്ഞത് എന്താണ്, ലാബുകാർ റിപ്പോർട്ട് ചെയ്തോളും, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണ്ട, നമ്മൾ ഇൻവെസ്റ്റിഗേഷന് വിട്ടു കഴിഞ്ഞാൽ ആ ലാബുകാർ റിപ്പോർട്ട് ചെയ്തോളും, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ മറ്റൊരു കാര്യം, അത് ഇല്ലേ, എന്താണ് അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാല് ലാബുകാർക്കൊരു ഇൻസ്ട്രക്ഷൻ പോയിട്ടുണ്ട്. ലാബുകാരും ഇത്തരം അസുഖങ്ങൾ അറിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യണം. അതായത് ലാബുകാർക്ക് എല്ലാ അസുഖങ്ങളൊന്നും അവിടെ എത്തൂല. കാരണം ഡോക്ടേഴ്സിന്റെ അടുത്തുനിന്ന് ചികിത്സിച്ച് ഭേദമാകുന്നത്, നോർമൽ കേസിൽ ചികിത്സിച്ച് ഭേദമാകുന്നതൊന്നും ലാബുകാരുടെ കയ്യിൽ എത്തൂല. പക്ഷെ ലാബുകാരുടെ കയ്യിലെത്തുന്നത് ലാബുകാർ റിപ്പോർട്ട് ചെയ്യണം. അത് അവർക്കുള്ള നിർദ്ദേശമാണ്. അത് നമുക്ക് ആ നിർദ്ദേശം, അവർക്കുള്ള ആ നിർദ്ദേശം കൊണ്ട് നമ്മൾ ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാകുന്നില്ല. നമ്മളെപ്പോഴും നമ്മളുടെ ഇപ്പോഴത്തെ നിയമം വെച്ചിട്ട് നമ്മൾ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ചികിത്സാ പ്രോട്ടോക്കോളും മറ്റു കാര്യങ്ങളും, പ്രത്യേകിച്ച് പകർച്ചവ്യാധികളിൽ ഉള്ള സമയത്ത് ആ പകർച്ചവ്യാധി നിയന്ത്രിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാനായിട്ട് ഗവൺമെന്റ് ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ് പബ്ലിക് ഹെൽത്ത് ഓഫീസർ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്.
അപ്പൊ ആ സമയത്ത് നമുക്ക് തന്നെ തുടർന്ന് ചികിത്സിക്കാനുള്ള അവസരം കിട്ടുമോ എന്നുള്ളതിൽ ഇപ്പോഴും സംശയമുണ്ട്. അത് കിട്ടും എന്ന് ഇങ്ങനെ വെറുതെ പറയുന്നതല്ലാതെ നിയമപരമായിട്ട് അത് കിട്ടൂല. ഇപ്പൊ ഉള്ള ഈ നിയമം ഇതേപോലെ നടപ്പാക്കുകയാണെങ്കിൽ അത്തരം ഒരു സാഹചര്യം ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മൾ വെറും ഒരു റിപ്പോർട്ടിംഗ് ഏജൻസി ആയിട്ട് മാറാനുള്ള സാധ്യത വളരെ വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് പിന്നീട് PHO മനസ്സിലാക്കുകയും PHOന് വേണമെങ്കിൽ നമ്മുടെ പേരിൽ പണിഷ്മെന്റ്, അതായത് പിഴ ഈടാക്കാനും അതിനനുസരിച്ചുള്ള പണിഷ്മെന്റ് തരാനും ഒക്കെ ഉള്ള വകുപ്പുകളും ഈ നിയമത്തിലുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സപ്പോസ് ഇപ്പൊ അവർ പറയുന്ന രീതിയിൽ കോവിഡ് ആണ് എന്നാൽ അവര് കണ്ടെയ്ൻ ചെയ്തിട്ട് ക്വാറന്റൈനിൽ വെച്ചാൽ അത് റിപ്പോർട്ടായി, ആ കേസ് റിപ്പോർട്ടായി. പക്ഷെ മുമ്പത്തെ പോലെ ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ഒന്നും ആ ഒരു ക്വാറന്റൈൻ സ്പേസിൽ അലൗഡ് അല്ല എന്നുള്ള രീതി മാറ്റിയിട്ട് നമ്മളെയും കൂടെ അവര് അകത്ത് കയറ്റുമോ? അപ്പൊ നമുക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ട് ഹോമിയോ മെഡിസിൻ കൊടുക്കാൻ പറ്റുമോ? ഇതൊക്കെ ഭേദഗതി വരുത്താൻ പറ്റുമോ ഈ ഹെൽത്ത് ബില്ലിൽ? ഭേദഗതി വരുത്താൻ അല്ല, അവരുടെ പ്രെമിസസിലല്ലേ ട്രീറ്റ്മെന്റ് നടക്കുന്നത്? ഓൾറെഡി റിപ്പോർട്ടായി കേസ്, ക്വാറന്റൈനിലാണ്. അവരുടെ സാറ് സാർ മ്യൂട്ടായി മ്യൂട്ടായി പോയെന്ന് തോന്നുന്നു. ഉള്ളത് എപ്പോഴും അവരുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കാര്യങ്ങൾ നടക്കുള്ളൂ. അതിലൊന്നും നമുക്ക് എന്തെങ്കിലും എക്സ്ക്യൂസ് കിട്ടൂല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ കോവിഡ് എന്നുള്ള കാര്യം, കോവിഡ് ട്രീറ്റ് ചെയ്യാനല്ല ഇപ്പൊ നമ്മള്. ഈ കോവിഡ് ഒക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും വരുന്ന ഒരു അസുഖമാണ്. അല്ലെങ്കിൽ ഇപ്പൊ കോവിഡ് ജനറലാണ്. ആ കോവിഡ് എന്നുള്ള പേരും ഇല്ല. ഇപ്പൊ ഇഷ്ടംപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വേവലാതിപ്പെടണ്ട. അതിനേക്കാൾ ഉപരി ഈവൻ ഡെങ്കു ആണെങ്കിലും പറ്റില്ല, ചിക്കൻ ഗുനിയ ആണെങ്കിലും പറ്റില്ല, ഈവൻ കൺജങ്ക്ടിവൈറ്റിസ് പറ്റില്ല, ചിക്കൻ ബോക്സ് പറ്റില്ല. അങ്ങനെ ഒത്തിരി അസുഖങ്ങളുണ്ട്. അതാണ്. അപ്പൊ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ പ്രെമിസസിൽ പോലും നമുക്ക് കയറി ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മുടെ പ്രെമിസസിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോഴും അവര് പറയുന്നത് കേൾക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും കേൾക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. അതാണ് നിയമം പറയുന്നത്. ഓക്കെ, അപ്പൊ അതിലും ഭേദഗതി വരുത്തണം. അതിൽ ഭേദഗതി വരുത്താനാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ, നന്ദി ഡോക്ടറെ. ഇനി ഹരിഹരൻ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറിന് സംസാരിക്കാം. ഹരിഹരൻ സാർ. ശരി. ഡോക്ടറെ, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഹോമിയോപ്പതിയിലെ ഒരു പ്രോട്ടോകോൾ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. ഹോമിയോപ്പതിക് സിസ്റ്റത്തിൽ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടെന്ന് ഇല്ലല്ലോ. അത് തന്നെ ഇല്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇപ്പൊ നിങ്ങളുടെ പ്രോട്ടോകോൾ എന്താണ് എന്ന് ഹെൽത്ത് ഓഫീസർ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പ്രോട്ടോകോൾ ഇല്ല. പ്രോട്ടോകോൾ ഇല്ലെങ്കിൽ അവര് ഇത് പ്രകാരം ചികിത്സിക്കാനും പറ്റൂല. അതാണ് നിയമം. അത് പറയാൻ പറ്റത്തില്ലല്ലോ. പ്രോട്ടോകോളിലൂടെ ചികിത്സിക്കാൻ പറ്റുള്ളൂ എന്ന് ഹെൽത്ത് ബില്ലിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടോകോൾ ഇല്ലാതെ ചികിത്സിക്കാമല്ലോ. അല്ല, അതിനെക്കുറിച്ചൊക്കെ ക്ലാരിറ്റി വരണം. അത് ഇനിയിപ്പം ഈ ഇത് വരുമ്പോ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുമ്പോ അതിലുണ്ടാവും. അതിനാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈവൻ ഇപ്പൊ ഒരു പ്രോട്ടോകോൾ നിർദ്ദേശിച്ചാലും ആ പ്രോട്ടോകോൾ എല്ലാവരും പാലിച്ചോളണം നിർബന്ധമൊന്നുമില്ലല്ലോ. ഇപ്പൊ പറയുകയാണ്, ഇപ്പൊ ഈ സീസണിൽ വരുന്ന പനിക്ക് ജൽസീമിയ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും ഇപ്പൊ ആ ജൽസീമിയം തന്നെ കൊടുത്തു എന്ന് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? തീർച്ചയായിട്ടും അറിയാൻ പറ്റത്തില്ല. മാത്രമല്ല അതൊരു ആചാരമായിട്ട് അങ്ങനെ നടക്കും. അതിലൊന്നും വലിയ കഥയൊന്നുമില്ല. അപ്പൊ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ ഒരു സംഭവം ഹോമിയോപ്പതിക് സിസ്റ്റത്തിൽ ഇല്ല എന്ന് അവരെ, ഗവൺമെന്റിനെ കൺവിൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? അല്ല, അതൊക്കെ കൺവിൻസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അവര് തിരിച്ചു ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ വളരെ ഭീകരമാണ്. കാരണം നിപ്പ വന്നാൽ നിങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദ്യം. ഇത് ചോദിക്കുന്നത് ഗവൺമെന്റ് തലത്തിലുള്ള ഡയറക്ടറോടൊക്കെയാണ് ചോദിക്കുന്നത്.
അപ്പൊ അതിന് ഡയറക്ടർ കൊടുക്കുന്ന മറുപടിയാണ് അവരെടുക്കുന്നത്. അല്ലാണ്ട് നമ്മളോടൊന്നും ആരും ചോദിക്കാറില്ല. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം ഹെൽത്ത് മിനിസ്റ്റർ ഓഫീസിൽ ചെന്നപ്പോ അവിടുന്ന് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായി. കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ചികിത്സിക്കാൻ പറ്റുക, നിങ്ങൾക്ക് അത് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുക, അത് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മള് അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇപ്പൊ ഹോമിയോപ്പതിക് സിസ്റ്റം ഇന്നതാണ്, ഇങ്ങനെയൊക്കെയാണ് ഹോമിയോപ്പതിക് സിസ്റ്റം ചികിത്സാ രീതി ഇങ്ങനെയാണ്. അപ്പൊ അതൊക്കെ നമ്മള് ശരിക്ക് പഠിക്കുകയും നമ്മൾ പഠിച്ചിരിക്കുന്നത് അവരെ ബോധ്യപ്പെടുത്താനായിട്ടുള്ള ഒരു ശ്രമം നമ്മൾ നടത്തേണ്ടതായിട്ടില്ലേ? നടത്തണം. അതാര് നടത്തും? ആരാണ് നടത്തേണ്ടത്? അത് നമ്മുടെ ഹയർ അതോറിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ ഡയറക്ടർ, ഇപ്പൊ നമ്മള് ഗവൺമെന്റ് ഇവിടെ കണ്ടമാനം പണം മുടക്കി ഡിസ്പെൻസറികളും കോളേജുകളും എല്ലാം നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ അവര് വേണം അത് ഗവൺമെന്റിനെ കൺവിൻസ് ചെയ്യിക്കാനായി. അല്ല, അതവര് ചെയ്യട്ടെ എന്നേ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, അതിൽ ഞാനൊരു കാര്യം പറയട്ടെ. ദേവരാജ് പറയും. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് നമ്മൾ അലോപ്പതിക് മോഡിലുള്ള ഒരു പ്രോട്ടോകോൾ നമ്മൾക്ക്. ഡോക്ടറെ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കേ, കാരണം എല്ലാം മ്യൂട്ടാക്കി. കാരണം ഒത്തിരി ആൾക്കാരെ ഡിസ്റ്റർബൻസ് വരുന്നതുകൊണ്ട് ഞാൻ എല്ലാം ക്ലോസ് ചെയ്തു. ദയവായി ഡോക്ടർ ഒന്നുകൂടെ സംസാരിക്കും, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. ദയവായി ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ കേൾക്കാമോ? കേൾക്കാം. അതിലെ നമ്മൾക്ക് ഇപ്പോ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഒരു ഹോമിയോപ്പതിക് പ്രോട്ടോകോള് എന്ന് പറയുമ്പോൾ നമ്മള് ഇപ്പോ CCRH കൊറോണ സമയത്ത് 2 പ്രോട്ടോകോൾ മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ ഒന്ന് പ്രിവെന്റീവിന്റെ പ്രോട്ടോകോളാണ്, അത് ആർസെനിക് ആൽബ്. പിന്നെ അതിനുശേഷം ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ വെച്ചിരുന്നു. അതിൽ ധാരാളം മെഡിസിൻസ് ഉണ്ടായിരുന്നു. ധാരാളം മെഡിസിൻസും അതിന്റെ സിംറ്റംസും കൂടി വെച്ചുകൊണ്ടുള്ള ഒരു പ്രോട്ടോകോൾ വെച്ചിരുന്നു. അതുപോലൊരു പ്രോട്ടോകോള് നമ്മൾക്ക് ഇപ്പൊ ഇതിനൊക്കെ ഒരു ഇത് വേണമല്ലോ, ഒരു സിസ്റ്റത്തിൽ ഒരു ഓർഡർ വേണം. ഒരു ഓർഡറിന് വേണ്ടിയിട്ട് അവർ പറയുകയാണെങ്കിൽ നമ്മൾക്ക് അങ്ങനത്തെ ഒരു പ്രോട്ടോകോൾ വെക്കാനുള്ള സാധ്യത കിടപ്പുണ്ട്. ആ സാധ്യത എന്ന് പറയുമ്പോൾ ഒരേ കേസിൽ തന്നെ വിവിധ സാഹചര്യങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ട് വിവിധ മെഡിസിൻ പറഞ്ഞിട്ട് അതിലേതെങ്കിലും ഒക്കെ കൊടുക്കാം, ഇതിലല്ലാത്തതും കൊടുക്കാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഹോമിയോപ്പതിക് പ്രോട്ടോകോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സാധ്യത ഉണ്ട് അതിനകത്ത്. രണ്ടാമത്, ഇവിടുത്തെ പ്രശ്നം അതല്ല. പബ്ലിക് ഹെൽത്ത് ഓഫീസർ ഒരു പ്രോട്ടോകോൾ തീരുമാനിച്ചാൽ ആ പ്രോട്ടോകോൾ എല്ലാവരും എന്ന് ആക്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെയാണ് പ്രശ്നം. അവിടെ ഇപ്പോ നമ്മൾക്ക് പ്രോട്ടോകോൾ ഇല്ല എന്ന് പറയുന്നതിലോ, അല്ലെങ്കിൽ നമുക്ക് പ്രോട്ടോകോൾ ഇല്ല എന്ന് ഇപ്പൊ നമ്മുടെ ഫിലോസഫി അവരെ പഠിപ്പിച്ചിട്ടോ കാര്യമില്ല. മറിച്ച് നമ്മൾക്ക് ഒരാൾ പ്രോട്ടോകോൾ തീരുമാനിച്ചാൽ ആ പ്രോട്ടോകോൾ എല്ലാവരും അനുസരിക്കണം എന്ന് വകുപ്പിൽ എഴുതി വെക്കുന്നത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയ്ക്കെതിരാണ്. അതായത് മറ്റ് സിസ്റ്റങ്ങൾ, ഇവിടെ സർക്കാർ അംഗീകൃത സിസ്റ്റങ്ങൾ ഉള്ളപ്പോൾ ഒരു ആക്ടിൽ ഇങ്ങനെ എഴുതി വെക്കാൻ പാടില്ല. പബ്ലിക് ഹെൽത്ത് ഓഫീസർ തീരുമാനിക്കുന്ന പ്രോട്ടോകോൾ എല്ലാവരും പാലിക്കണമെന്ന് എഴുതി വെക്കാൻ പാടില്ല. ഇത് നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് ഞാൻ വിവരാവകാശം ചോദിച്ചിരുന്നു. ഇങ്ങനെ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിലുള്ള ആൾക്ക് മറ്റ് സിസ്റ്റത്തിലുള്ള ചികിത്സ ചെയ്യാൻ അനുവാദമുണ്ടോ എന്ന് ചോദിച്ചു. കാരണം നമ്മുടെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ടിൽ കൃത്യമായി പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവർ മറുപടി തന്നത് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ്. അപ്പൊ അവർക്ക് തന്നെ അവരുടെ അബദ്ധം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവര് കുറച്ചൊക്കെ അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോ കർശനമായിട്ട് വരാത്തതും. അല്ലാതെ സൗജന്യമൊന്നും ചെയ്തതല്ല, അവര് കർശനമായിട്ട് രംഗത്ത് ഇറക്കാത്തത്. നമ്മുടെ വിവരാവകാശങ്ങൾ അവിടെ ചെന്നപ്പോൾ അവർക്ക് ഇത്തരം മറുപടികൾ തരാതിരിക്കാൻ പറ്റത്തില്ല. മറുപടി ഇതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോദിച്ചത്. അങ്ങനെ ഒരു പ്രോട്ടോകോൾ പാലിക്കുവാൻ എല്ലാവരും പാലിക്കുവാൻ നിലനിൽക്കുന്ന നിയമപ്രകാരം സാധ്യമാണോ എന്നാണ് ചോദിച്ചത്. നിലനിൽക്കുന്ന നിയമപ്രകാരം സാധ്യമല്ല. അവര് പ്രഖ്യാപിക്കുന്ന പ്രോട്ടോകോൾ ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. പക്ഷെ ബില്ലിൽ ആക്ടിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു,
ആ പബ്ലിക് ഹെൽത്ത് ഓഫീസർ പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്ന പ്രോട്ടോകോൾ എല്ലാവരും പാലിക്കണം, പാലിച്ചില്ലെങ്കിൽ ശിക്ഷാർഹരാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലൂറലിസം ഉണ്ടല്ലോ, ബഹുസ്വരത എന്ന് പറയുന്നത്. ബഹുസ്വരത എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഇനി വരേണ്ട റൂൾസ് വരേണ്ടത്. ആ റൂൾസിൽ ഈ ആക്ടിന് പറ്റിയിട്ടുള്ള കാര്യങ്ങൾ റൂൾസിൽ തിരുത്തുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. തിരുത്തിയേ പറ്റൂ. അത് തിരുത്തിക്കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാം. പിന്നെ ഒരു കാര്യം കൂടി, വീണ ഡോക്ടറുടെ ചോദ്യത്തിൽ പിന്നീട് എനിക്ക് ആ കൺഫ്യൂഷൻ മാറിയെന്ന് തോന്നി. എന്നാലും വീണ ഡോക്ടർ ആദ്യം ചോദിച്ചത് നമ്മൾക്ക് ചില അസുഖങ്ങൾ ക്യൂർ ചെയ്യാം എന്നുള്ള അവകാശവാദം പുറപ്പെടുവിക്കുന്നതിനുള്ള തടസ്സം മാത്രമേ ബില്ലിലുള്ളൂ. അതായത് കൊറോണ കാലത്ത് നമ്മൾ ചികിത്സിച്ചല്ലോ, നമ്മുടെ മെഡിസിൻ കൊടുത്തല്ലോ, അതുകൊണ്ട് അതുപോലെ ഈ 28 അസുഖങ്ങൾ ചികിത്സിക്കാൻ അവകാശവാദം പുറപ്പെടുവിക്കാൻ പാടില്ല എന്നുള്ളൊരു ധാരണ ആണ് ആദ്യത്തെ ചോദ്യം. അങ്ങനെ തന്നെയായിരുന്നു കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മൾക്ക് അവകാശവാദം ഒന്നും ഉന്നയിക്കാൻ പറ്റത്തില്ല, മറിച്ച് നമ്മൾക്ക് ചികിത്സിക്കാം എന്നാണ് ആക്ട് പറയുന്നത്. അങ്ങനെയല്ല ആക്ട് പറയണം. ആക്ട് പറയുന്നത് ഇത്തരം അസുഖങ്ങൾ നമ്മൾ ചികിത്സിക്കാമെന്നോ ചികിത്സിക്കരുതെന്നോ അല്ല, നമ്മുടെ ചികിത്സാ വിവരങ്ങൾ ഉൾപ്പെടെ അലോപ്പതി PH ഓഫീസറെ അറിയിക്കണം എന്നാണ് ആക്ട് പറയുന്നത്. അത് അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് വേണം, അല്ലെങ്കിൽ ഇത് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം, ഇതിനൊരു ഓഡിറ്റ് വേണം. ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. നമ്മൾ പേരും വിവരവും ഒക്കെ കൊടുക്കാം. അതിന് കൃത്യമായ മാനദണ്ഡങ്ങളോടുകൂടി, അല്ല ചുമ്മാതെ മാർക്കും കൊടുക്കത്തില്ല, ഒരു കൃത്യമായ മാനദണ്ഡങ്ങളോടുകൂടി പേരും വിവരങ്ങളും കൊടുക്കാം. പക്ഷെ ചികിത്സാ വിവരം ഒരു അലോപ്പതി ഡോക്ടറെ അറിയിക്കണം എന്ന് പറയുന്നത് എന്തിനാണ്? അവർക്ക് മനസ്സിലാകാത്തൊരു കാര്യം, നമ്മളിപ്പോ എങ്ങനെയാണ് റസ്റ്റോക്സ് സെലക്ട് ചെയ്തത് എന്ന് അവർക്ക് നമ്മൾ പറഞ്ഞാൽ കൂടി അവരറിയണമെന്നില്ല. കാരണം നമ്മൾ ചിലപ്പോൾ പ്രാദേശികമായ ചില പ്രത്യേകതകൾ കൂടെ കണക്കിലെടുത്തായിരിക്കും ചിലപ്പോൾ ഒരു മരുന്ന് തീരുമാനിക്കുന്നത്. ഇപ്പൊ പെട്ടെന്നൊരു മഴയുണ്ടായി, അതല്ലെങ്കിൽ അയാളുടെ ഒരു മാനസികാവസ്ഥ ഉണ്ടായിട്ടായിരിക്കും ഒരു അസുഖത്തിന് മരുന്ന് തിരിക്കണം. ഒരേ അസുഖമാണ് എറണാകുളത്ത് വരുന്നതും ചേർത്തല വരുന്നതെങ്കിലും ചേർത്തല മഴ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ മഴ അയാൾ നനഞ്ഞെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന മരുന്നായിരിക്കത്തില്ലല്ലോ. അല്ലെങ്കിൽ അതുപോലെ മാനസികാവസ്ഥ വെച്ചിട്ട് ഇവിടെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നായിരിക്കത്തില്ല എറണാകുളത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇത് ഇവരുടെ കയ്യിൽ ഇത് കിട്ടിക്കഴിയുമ്പോൾ ഇത് ഇന്നത്തെ കമ്പ്യൂട്ടർ യുഗത്തിൽ, ഇന്നത്തെ എല്ലാവരും പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗത്തില് നമ്മൾ ഇത് ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇവർ ഇങ്ങനെയാണ് മരുന്ന് ചെയ്യുന്നത് എന്ന് നാളെ പറയൂ എന്ന് പറയുമ്പോൾ അപ്പൊ ചിലർക്ക് തോന്നും ഇതൊക്കെ രഹസ്യമല്ലേ. അല്ല, ചികിത്സ രഹസ്യമല്ല. മെഡിസിന്റെ വിവരം അതൊരു അറിവാണ്, അത് പുറത്തിറക്കാം. പേര് പറയരുതെന്നേ ഉള്ളൂ, പേര് പുറത്ത് പറയാൻ പാടില്ല, ചികിത്സ പുറത്തിറക്കാം. അപ്പൊ ഇവർ പറയും ഡെങ്കു കേസിന് എറണാകുളത്തുള്ള ഡോക്ടർ യൂപ്പറ്റോറിയം കൊടുക്കും, ചേർത്തലയുള്ള ഡോക്ടർ റസ്റ്റോക്സ് കൊടുക്കും, ട്രിവാൻഡ്രത്തുള്ള ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് നാളെ ഇത് നമ്മൾക്കെതിരെ തന്നെ, നമ്മൾ കൊടുത്ത ഡാറ്റ വെച്ചുകൊണ്ട് നമ്മൾക്കെതിരെ തന്നെ പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത് നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ ഈ പേഷ്യന്റ് നമുക്ക് നഷ്ടപ്പെടും. ഇത് കൃത്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഈ പേഷ്യന്റിനെ മറ്റ് പല ഏജൻസികളുടെ ആശാവാണ്ടർമാരും ഒക്കെ വഴി ഈ പേഷ്യന്റിനെ ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകും. കാരണം ഇത് ശാസ്ത്രീയമല്ല എന്നുള്ള രീതിയിലാണ് ഈ ബില്ല് എഴുതി വെച്ചിരിക്കുന്നത് മുഴുവൻ. ശാസ്ത്രീയ ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രധാനമായും ഈ ബില്ല് അഡ്രസ്സ് ചെയ്യുന്നത് എപ്പിഡമിക്കുകളെയാണ്. വീണ ഡോക്ടർ പറയുന്നത് പോലെ ലോകത്ത് എന്നും പാൻഡമിക് ഉണ്ടാകത്തില്ല. പാൻഡമിക് ഉണ്ടാകുമ്പോൾ വരുന്ന റെസ്ട്രിക്ഷൻസ് ഒരു സ്പൊറാഡിക് കേസിലും എപ്പിഡമിക് കേസിലും എൻഡമിക് കേസിലും വരുത്തുന്നത് അതിനൊക്കെ ചില നിയമങ്ങളല്ല, ചില കീഴ്വഴക്കങ്ങളുണ്ട്. അപ്പോൾ ഇത് സ്പൊറാഡിക് ആണെങ്കിലും ഇപ്പൊ ഡെങ്കു തന്നെ, ചേർത്തലയിൽ ഒരു ഡെങ്കു വന്നെന്ന് വെച്ചാൽ അത് എപ്പിഡമിക്കാന്ന് എങ്ങനെ പറയും, അത് എൻഡമിക്കാന്ന് എങ്ങനെ പറയും? അതൊരു സ്പൊറാഡിക് ആണ്. അത് കൃത്യമായിട്ട് നമ്മുടെ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാഞ്ഞിട്ടൊന്നുമല്ല, ഇതിനെ ലോകത്ത് മൊത്തം എൻഡമിക് വരാൻ പോകുന്നു എന്നുള്ള രീതിക്ക് ഒരു പകർച്ചവ്യാധിയാണ് കേരളം മൊത്തം, ഒരു പകർച്ചവ്യാധിയുടെ ഒരു കേന്ദ്രമാണ് എന്നുള്ള രീതിയിൽ ഒരൊറ്റ നിയമം കൊണ്ടുവന്ന് അതിനെ നേരിടാൻ ശ്രമിക്കുന്ന രീതി ഒരിക്കലും ശരിയല്ല. കാരണം ആ പാൻഡമിക്കിൽ വരുന്ന നിയമം, പാൻഡമിക്കിൽ പോലും നമ്മുടെ കേരളത്തിൽ മാത്രമാണ് കൊറോണയിൽ ചികിത്സ നിഷേധിച്ചത്.
അല്ലാതെ ഇപ്പഴ ഡോക്ടർ പറഞ്ഞതുപോലെ നമുക്ക് അനുവാദം കിട്ടിയത് സുപ്രീം കോടതി പോയി കഴിഞ്ഞിട്ടാണ്. അല്ലാതെ നമുക്ക് ആരും സൗജന്യമായിട്ടൊന്നും അനുവാദം തന്നില്ല. അവര് നമ്മൾ സുപ്രീം കോടതി പോയിട്ടാണ് നമ്മൾക്ക് അനുവാദം കിട്ടിയത്. അനുവാദം കിട്ടിയതിന് ശേഷമാണ് നമ്മൾക്ക് ചികിത്സിക്കാൻ കഴിഞ്ഞത്. അവകാശവാദങ്ങൾ പുറപ്പെടുവിക്കുന്ന കാര്യത്തിൽ എനിക്കും ഇതൊക്കെ ഉണ്ട്. എന്നാൽ പോലും നമ്മൾക്ക് പിന്നെ വൈറൽ ഡിസീസ് ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്നത് ഹോമിയോപ്പതിക്ക് മാത്രമാണ്. അതൊരു അവകാശവാദമൊന്നും അല്ല. അത് വർഷങ്ങളായിട്ട് ഹനുമാന്റെ കാലം തൊട്ട് തെളിയിച്ചിട്ടുള്ളതാണ്. ഏഷ്യാറ്റിക് കോളറ വന്നപ്പോൾ, മറ്റേ സ്കാർലറ്റ് ഫീവർ വന്നപ്പോൾ ഒക്കെ, ടൈഫസ് വന്നപ്പോൾ, എപ്പിഡമിക് ടൈഫസ് വന്നപ്പോൾ നേപ്പാളിന്റെ പട്ടാളക്കാരെ ചികിത്സിച്ചതിന്റെ റെക്കോർഡുകൾ ഉള്ളതാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഹോമിയോപ്പതിക്ക്, അതായത് വൈറൽ ഡിസീസ് നമുക്ക് അവകാശവാദം ഉന്നയിക്കാം. അവർക്ക് പറ്റാത്തത് കാര്യം ലോകത്താർക്കും പറ്റത്തില്ല എന്ന് പറയുന്നതല്ല ശാസ്ത്രീയം. അവരുടെ ശാസ്ത്രത്തിന് പറ്റത്തില്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രത്തിന് പറ്റും. അതല്ല ശാസ്ത്രീയം. ശാസ്ത്രീയം എന്ന് പറയുന്നത് ഒരാള് വെക്കുന്ന അളവുകോല് കൊണ്ട് എല്ലാം കൂടി അളക്കാന്ന് നീളം അളക്കുന്ന അതുകൊണ്ടാണ് ഇത് അളക്കുന്നത്. മറ്റുള്ള കാര്യങ്ങൾ സൂര്യനിലേക്കുള്ള ദൂരം അളക്കാൻ അത് വെച്ചാണോ പറ്റുന്നത്? നമ്മുടെ മീറ്റർ വെച്ച് അളക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അതിന് സയന്റിഫിക് ആയിട്ടുള്ള ഓരോന്നിനും ഓരോ തലത്തിൽ വേണം അതിനെ കാണാൻ. ഞാൻ ഇത്തിരി അധികമായി പോയെങ്കിൽ നിർത്തുന്നില്ല. അല്ല ഡോക്ടറെ, അല്ലല്ല, നമ്മള് ഒത്തിരി സംസാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആൻസർ ടു ദി പോയിന്റ്. അതായത് ഞാൻ ഇങ്ങനെയാണെങ്കിൽ, ഈ രീതിയിലാണ് ബില്ല് എങ്കിൽ, നമുക്ക് ഈ പബ്ലിക് ഹെൽത്ത് ഓഫീസറുടെ സ്ഥാനത്ത് ഒരാളെയല്ല 3 പേരെ, ഇപ്പോൾ സാധാരണ നമ്മൾ ഇവിടെ ഉള്ള 3 സിസ്റ്റംസ്, പെർമനന്റ് ആയിട്ട് 3 സിസ്റ്റംസിനെ 3 പബ്ലിക് ഹെൽത്ത് ഓഫീസറെ ഇവർക്ക് അപ്പോയിന്റ് ചെയ്യാം. നമ്മൾ സജഷൻസും കൂടെ വെക്കണം. അല്ലാതെ നമ്മൾ വെറുതെ കുറ്റം ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഡോക്ടറെ. ചാടി പറയുന്ന ഞാനെന്ന് പറഞ്ഞിട്ടെ. 3 ഹോമിയോപ്പതിക് ഡോക്ടേഴ്സിന്റെ ഒക്കെ വരുന്നത് ഹോമിയോപ്പതി പബ്ലിക് ഹെൽത്ത് ഓഫീസറെയും, ആയുർവേദത്തിന്റെ ആയുർവേദിക് പബ്ലിക് ഹെൽത്ത്, അലോപ്പതിയുടെ അങ്ങനെ 3 പബ്ലിക് ഹെൽത്ത് ഓഫീസർമാരെ ഉണ്ടെങ്കിൽ ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെടും. ഹരിഹരൻ സാറേ, അത് നമ്മൾ പബ്ലിക് ഹെൽത്ത് ബില്ലിനെ കുറിച്ച് വായിച്ച് നമുക്ക് ഭേദഗതി വരുത്തേണ്ടുന്ന ഭാഗത്ത് സജഷൻസ് പറഞ്ഞപ്പോ ഇതെല്ലാം ഉൾപ്പെടുത്തി നമ്മൾ ആയിരിക്കും കൊടുത്തിട്ടുള്ളത്. ഞാനത് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് മറുപടി പറയട്ടെ. ഡോക്ടർ പറഞ്ഞു. അതിന് ചില പരിമിതികളുണ്ട്. അതായത് നമ്മളിപ്പോ ഒരു ക്ലോറിനേഷൻ പോലുള്ള പരിപാടികൾ, അല്ലെങ്കിൽ ഒരു കടയിൽ കയറി അവിടെ മായം ചേർത്തിട്ടുണ്ടോ എന്ന് നടത്തുന്ന പരിപാടികൾ, അതൊന്നും ഹോമിയോപ്പതി നമ്മുടെ സിലബസിലില്ല, നമ്മളത് പഠിക്കുന്നില്ല. നമ്മൾ പറയുന്നത് ചികിത്സാ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അവകാശമുള്ള ഒരു പബ്ലിക് ഹെൽത്ത് ഓഫീസർ മതി. അല്ലാതെ നമുക്ക് ലോകത്തുള്ള മൊത്തം കാര്യം കൂടി തീരുമാനിക്കാനായിട്ട് പറ്റത്തില്ല. അല്ല, നമ്മൾ പറയുമ്പോൾ നമ്മളിതെല്ലാം മാക്സിമം പഠിച്ചിട്ടാണ് ഡോക്ടർ, എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതി പഠിച്ചിട്ട്, മറ്റ് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് മറ്റ് നിയമങ്ങളും കൂടി പഠിച്ചിട്ടാണ് നമ്മൾ ഇതിന് പരിഹാര നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ സമർപ്പിച്ചിരിക്കണം. എന്ന് വെച്ചാൽ ഇന്റർനെറ്റിൽ കയറി മറ്റ് നിയമങ്ങളും കൂടി, നമ്മൾ നിയമവിദഗ്ധരൊന്നും അല്ലെങ്കിലും നിയമങ്ങൾ കൂടി പഠിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പരിമിതികൾ മനസ്സിലാക്കണമുണ്ട്. ഉദാഹരണത്തിന് മായം ചേർക്കുന്ന ഒരു സ്ഥലത്ത് കയറി, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു ക്ലോറിനേഷൻ, അതിന് നമ്മൾക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സംഘടനയിൽപ്പെട്ട ചിലർ പറയുന്നുണ്ട് അവർക്ക് 45,000 ആളുണ്ട്, നമുക്ക് 4,500 ആളുണ്ട്. അവര് ചെയ്യണത് മുഴുവൻ നമ്മൾ ചെയ്യണമെന്നൊന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. ചികിത്സിക്കാൻ ഡോക്ടർക്ക് ഇതിനെപ്പറ്റി നല്ല അറിയണം. ആ ആൻസർ ടു ദി പോയിന്റ് പറഞ്ഞാൽ മതി ഡോക്ടറെ. കാര്യം എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു സജഷൻസ് വെക്കുവാണെങ്കിൽ നടക്കില്ല ഡോക്ടറെ, അത് നടക്കില്ല. അതാണ് ഇതിലിപ്പോ ഒരു സജഷൻ നടക്കാൻ സാധ്യത ഉള്ളത്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് 3 ആയുഷിന്റെ ഓരോ അതാത് സിസ്റ്റത്തിലെ ആൾക്കാർക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യാം. റിപ്പോർട്ട് ചെയ്യുന്നത്, ആ റിപ്പോർട്ടിങ് അവരെന്താ ചെയ്തോട്ടെ. പക്ഷെ ഈ പേഷ്യന്റിനെ അവർ കവർന്നെടുക്കുന്ന പരിപാടി പറ്റൂല. അതാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം. അല്ലാതെ അവര് പറയുന്ന എല്ലാ ഇതിലും, ഒന്നാമത് നമ്മളുടെ ഗവൺമെന്റും മെഡിക്കൽ ഓഫീസേഴ്സ് ഒന്നും ഇത്തരം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇവിടെ തയ്യാറല്ല. അവരിപ്പോഴും മിണ്ടിയിട്ടില്ലല്ലോ. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ ഈ ആക്ട് വന്നു കഴിഞ്ഞാൽ. അവര് ഒന്നും കാര്യമായിട്ടൊന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ലല്ലോ. അവരാകെ പറഞ്ഞത് എന്താ, അതായത് ഈ സമിതിയിലെ ഒരു അംഗത്തെ NHM
അപ്പോയിന്റ് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യം എന്താ വെച്ചാല് ഞങ്ങളെ ആണ് പരിഗണിക്കേണ്ടിയിരുന്നത്, അതുകൊണ്ട് ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ട് അവരൊരു റെപ്രസെന്റേഷൻ കൊടുത്തു എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഇതിന്റെ കാതലായ വിഷയങ്ങളിലേക്കൊന്നും അവർ പോയിട്ടില്ല. കാരണം ഇതൊന്നും പ്രൈവറ്റ് ഡോക്ടേഴ്സിനെ വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ ഗവൺമെന്റ് മെഷീനറിയാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ആ ഗവൺമെന്റ് മെഷീനറി വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഒന്നാമത് ഇപ്പൊ ഒരു ഹോമിയോ ഡോക്ടർ ഒരു സമിതിയിലുണ്ടെങ്കിൽ ആ സമിതിയിൽ അവർ സംസാരിക്കണം. പക്ഷെ ഇപ്പൊ ഈ ആക്ടിന്റെ അമെന്റ്മെന്റിന് വേണ്ടി ഉണ്ടാക്കിയ സമിതിയിൽ പോലും ഹോമിയോ ഡോക്ടർ ഇതുവരെ വായ തുറന്നിട്ടില്ല. അങ്ങനെയാണ് അറിഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നതായി പറയണത്? അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് ഇവിടെ DMOനോ അല്ലെങ്കിൽ കൺസേൺ മെഡിക്കൽ ഓഫീസർക്കോ ഹോമിയോ മെഡിക്കൽ ഓഫീസർക്കോ നമ്മൾ റിപ്പോർട്ട് ചെയ്യാം, അതിനുള്ളൊരു സാധ്യത. അപ്പൊ അതും പോലും അവർ സമ്മതിച്ചിട്ടില്ല, സമ്മതിക്കാൻ തയ്യാറല്ല. അല്ലാതെ 3 PHO ഒന്നും ഒരിക്കലും വരൂല, അതിനൊന്നും ശ്രമിച്ചിട്ട് കാര്യമില്ല. അല്ല, അത് കാര്യം ശ്രമിച്ചിട്ട് എനിക്ക് കാര്യമില്ല എന്ന് തോന്നുന്നില്ല. ഡോക്ടർ പറയുന്നത് എന്താണ്? ശ്രമിച്ചിട്ട് കാര്യമില്ല എന്ന് ഡോക്ടർ പറയുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം എന്താണെന്നുള്ളത് ഇവിടുത്തെ രീതികൾ എന്താണെന്ന് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ആരോഗ്യ രംഗത്തെ, അതായത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അലോപ്പതി ഡോമിനേറ്റഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ നമുക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത്രയെങ്കിലും മനസ്സിലാക്കാം. ഡോക്ടർ ഇനിയിപ്പം ആഡ് സംതിങ്. പേരും പറയണേ, പേരോട് കൂടി കയറുകയും വേണം. പേരൊന്ന് പറയാമോ? പേര് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ വീഡിയോ കൂടി ഓൺ ചെയ്യണം, എന്നെങ്കിലേ മറുപടി പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ മറുപടി പറയില്ല. വീഡിയോ കൂടി ഓൺ ചെയ്തിട്ടേ മറുപടി പറയുള്ളൂ, അല്ലാത്തൊരു ചോദിക്കില്ല. കയോമി എന്ന് പറഞ്ഞ ആ പേരും ഒന്ന് പറഞ്ഞേരെ. പറഞ്ഞേരെ പേരും വീഡിയോയും. ഓക്കെ. ഷാജിക്കുട്ടി ഡോക്ടർ ആയിരുന്നോ? അതെ അതെ. അല്ലല്ല, ഞാൻ സംസാരിക്കട്ടെ? ആ ഓക്കെ. ഞാൻ കുറെ ഭാഗം ഞാൻ കേട്ടു. ഈ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഉണ്ടാക്കേണ്ടത് ഗവൺമെന്റ് തന്നെയാണ്, ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്, ഡയറക്ടർ തന്നെയാണ്, SPM കോളേജുകളിലെ റെപ്രസെന്റേറ്റീവ് കൂടിയിട്ടുള്ള ഒരു ബോഡിയാണ് പ്രോട്ടോകോൾ. പ്രോട്ടോകോൾ ഉണ്ടാക്കുന്ന അത്ര വലിയ പാടുള്ള കാര്യമൊന്നുമില്ല. ആർക്ക് വേണേലും പ്രോട്ടോകോൾ ഉണ്ടാക്കാം. അതിനൊരു അംഗീകാരം SPM ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോമിയോപ്പതിയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. രണ്ടാമത്, നമ്മൾ ഈ പബ്ലിക് ഹെൽത്ത് ഓഫീസറുടെ ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് അങ്ങേരെ കൊടുക്കാവൂ എന്നുള്ള നിയമത്തിന് നമ്മൾ എല്ലാവരും, ആരെന്ന് പ്രത്യേകിച്ച് പറയുന്നില്ല, എല്ലാവരും ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് രജിസ്റ്റേർഡ് മെഡിക്കൽ ഓഫീസർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാം എന്ന് ബില്ല് റൂൾ ആയപ്പോൾ മാറ്റി കിട്ടിയത്. അതുകൊണ്ട് ഒരു പ്രോ ഗവൺമെന്റ് അഭിപ്രായം എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഒരു ബോഡി, ഇപ്പൊ സർക്കാരിന് കഴിയില്ല, ഡിപ്പാർട്ട്മെന്റിന് കഴിയില്ല എന്നുണ്ടെങ്കിൽ IFPHന്റെ മറ്റു സംഘടനകളുടെ അല്ലെങ്കിൽ IFPHന്റെ നേതൃത്വത്തിൽ നമ്മളൊരു അസുഖം റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രോട്ടോകോൾ റെഡിയാക്കണം. ഈ പ്രോട്ടോകോൾ റെഡിയാക്കിയിട്ട് ഡയറക്ടറിനെ ഏൽപ്പിക്കണം. പറ്റുമെങ്കിൽ കൊടുക്കാൻ പറയണം, അല്ലെങ്കിൽ ഞങ്ങളേതായിട്ടുള്ള രീതി കൊടുക്കും എന്ന് പറയാം. പിന്നെ ഈ മെഡിക്കൽ ഓഫീസർ കമ്മ്യൂണിറ്റി ഒരു കാലത്തും ചെയ്യില്ല. ഞാൻ മെഡിക്കൽ ഓഫീസർ റിട്ടയർ ചെയ്ത പാർട്ടിയാണ്. നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിന് പകരം എന്തായിരുന്നാലും നമ്മൾ നനഞ്ഞിറങ്ങി കുളിച്ചു കയറുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും ക്ലാസ് ആയിരിക്കണം, അതിനൊരു ശാസ്ത്രീയ ബേസിസ് ഉണ്ടാവണം. എക്സിസ്റ്റിംഗ് നിയമങ്ങൾ ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്ന നമ്മുടെ ഈ പബ്ലിക് ഹെൽത്ത് ബില്ലെന്ന് പറഞ്ഞ അല്ലെങ്കിൽ റൂൾ എന്ന് പറയുന്നത്, നമ്മളൊരു കമ്മിറ്റിയെ അതിൽ ചേഞ്ചസ് വരുത്താനായിട്ട് തന്നെ ഉടനെ തന്നെ നിയുക്തമാക്കി. പക്ഷെ അതിൽ പറ്റിയ ഒരു അബദ്ധം പൊളിറ്റിക്കൽ നോമിനി ആയിപ്പോയി. അദ്ദേഹം ഒരു പബ്ലിക് ഹെൽത്ത് PHലോ എന്തെങ്കിലും ഒരു ഡിഗ്രിയോ പോസ്റ്റ് ഡിപ്ലോമയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ പറയാൻ കഴിവുണ്ടായിരുന്നു, അയാൾ എണീറ്റ് നിന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ വിജയിച്ചു. പക്ഷെ ഇവിടെ ഇതെല്ലാം ഒരു പൊളിറ്റിക്കൽ ബില്ല. അപ്പൊ നമ്മൾ പറയേണ്ടത് വ്യക്തമായിട്ട് മറ്റുള്ളവരുടെ തോളത്ത് വെക്കാണ്ട് നമ്മൾ പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു വിനയപൂർവ്വമുള്ള ഒരു അഭിപ്രായം. കാരണം ഇത്രയൊക്കെ നമുക്ക് ചെയ്യാമെങ്കിൽ ഇനിയും ചെയ്യാൻ പറ്റും. കാരണം അബ്ദുൾ ഗഫാർ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ഒരു ഡോക്ടറുണ്ട്, പ്രോട്ടോകോൾ ഉണ്ടാക്കാൻ എക്സ്പേർട്ടാണ്. IFPH സമീപിച്ചാൽ മതി, ഉറപ്പായിട്ട് ചെയ്തു തരും പുള്ളി. എവിടെയാണ് ഇഷ്യൂ അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൂട്ടമായിട്ട് അവതരിപ്പിക്കുക. എക്സിസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് കഴിയാത്തതിനെ കുറിച്ച് നമ്മൾ പുലമ്പാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം എന്ന് വെച്ചാൽ 1.5 കൊല്ലം ഇത് ഡിപ്പാർട്ട്മെന്റ് ഇരുന്നപ്പോൾ ആരും അറിഞ്ഞില്ല, നടപ്പിലാക്കാൻ പോയപ്പോഴാണ് അറിഞ്ഞത്. അത് മാത്രം മതി.
ഇത്രയാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്. പിന്നെ നമ്മൾ കഴിയില്ല എന്ന് പറയുന്നതിന് പകരം നമ്മൾ അത് പിടിച്ചു വാങ്ങിച്ചെടുക്കുക. എല്ലാവരും കൂടെ സംബന്ധിച്ച് പിടിച്ചു വാങ്ങിച്ചെടുക്കുക. നമ്മുടെ കൂടെ നിൽക്കുന്നവർ നെഗറ്റീവായിട്ട് പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. നമ്മൾ എന്തായിരുന്നാലും ഗവൺമെന്റ് മുമ്പേ എല്ലാവരും അവതരിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യമേ കൊടുത്താൽ നല്ലത്. ഉദാഹരണത്തിന് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ നമ്മുടെ പിന്നെ OP ടിക്കറ്റ് എല്ലാം കമ്പ്യൂട്ടറൈസ് ചെയ്ത് ആദ്യം ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റാണ്, പിന്നീടാണ് അലോപ്പതി അല്ലെങ്കിൽ മറ്റ് ആയുർവേദമൊക്കെ പിന്നീടാണ് വന്നത്. അവർക്ക് നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ ആർക്ക് വേണമെങ്കിലും പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫ് ഹെൽത്തിന് ഒരു ക്ലിക്കിൽ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ കാര്യങ്ങളും അറിയും, ഒറ്റ ക്ലിക്കിൽ. അപ്പൊ അത്രയും നമ്മൾ ഇപ്പൊ തന്നെ വയബിൾ ആണ്. പക്ഷെ നമ്മൾ പിടിച്ചു വാങ്ങിക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. നമ്മളത് പിടിച്ചു വാങ്ങിച്ചിരിക്കണം. ഏകപക്ഷീയമായിട്ട് തീരുമാനങ്ങൾ പോകാതെ ഈ PS ശ്രീകാന്ത് എന്നൊക്കെ പറയുന്ന വ്യക്തികളെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുക. അത് നമ്മൾ ശ്രമിക്കണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്. IFPH ഇദ്ദേഹത്തെ സമീപിച്ചിരുന്നോ ഇത്തരം കാര്യങ്ങളുമായിട്ട്? ഈ ശ്രീകാന്തിന് ശരിക്കും പറഞ്ഞാല് ഈ കമ്മിറ്റിയിൽ വന്നു എന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാൻ പിറ്റേ ദിവസം തന്നെ കുറച്ച് പോയിന്റുകൾ ഡോക്ടർ കൊടുത്തത് അത് ഞാൻ കണ്ടു കണ്ടിരുന്നു. അല്ല, ഇതിലെ എന്താ ഡോക്ടറെ കാര്യം എന്നറിയോ? ഇത് നമ്മള് അകത്തിരുന്നിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിൽ കൂടെ ഒക്കെ ഘോരം അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയും. ആരെങ്കിലും ഒരാള് എത്ര പേര് ഇത് മുന്നിട്ട് ഇറങ്ങുന്നുണ്ട് എന്നൊന്ന് നോക്കണം. 750 പേര് ഉള്ള ഒരു ഗ്രൂപ്പില് ആകെ 10 പേരോ മറ്റാണ് ഇതിന് എന്തെങ്കിലും കണ്ടാ പ്രതികരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ് ഹോമിയോ ഡോക്ടർമാരെന്ന് പറഞ്ഞത്. ആ ഹോമിയോ ഡോക്ടർമാരെ കുറെ പറഞ്ഞ് ഇപ്പൊ കുറെ പേര് ഇത് ഉൾക്കൊണ്ടിട്ടുണ്ട്. അല്ലാതെ ഇത് ഗവൺമെന്റിന് കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ ഹെൽത്ത് മിനിസ്റ്റർ ഓഫീസിലും CM-ന്റെ ഓഫീസിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ കയറി ഇറങ്ങിയിട്ട് വന്ന ആളാണ്. എന്താണ് റിയാലിറ്റി എന്നുള്ളത് എനിക്കറിയാം. അത് ഞാൻ മുഴുവൻ ഇവിടെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൃത്യമായി പറഞ്ഞത് 3 ഹെൽത്ത് PHO എന്നുള്ള സംഭവം നടക്കാൻ പോണില്ല. അതൊരിക്കലും നടക്കില്ല. കാരണം ഹെൽത്ത് മിനിസ്റ്റർ ഓഫീസ് എന്ന് പറഞ്ഞത് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അതിൽ ഹോമിയോപ്പതി ഒന്നും ഇല്ല അവരുടെ അതില്. ഞങ്ങളത് നിങ്ങൾക്കൊരു ഔദാര്യമായിട്ട് ഉൾപ്പെടുത്തിയതാണെന്നാണ് പറഞ്ഞത്. അത്രയേ ഉള്ളൂ ഹോമിയോപ്പതിയോടുള്ള അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അത് ഇന്ന് ഗവൺമെന്റിന്റെ തലപ്പത്ത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്ത് ഇരിക്കുന്നവരുടെ കഴിവുകേടാണ്. അവരോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറി നിന്നതിന്റെ പ്രതിഫലനമാണ് കാണുന്നത്. അത് നേരിട്ട് കേട്ട ആളാണ് ഞാൻ. ഇപ്പോഴാണ് ഡോക്ടർ ഇതിന്റെ സത്യം തുറന്നു പറഞ്ഞത്. ഇതാണ് ഇതിന്റെ സത്യം. ഡോക്ടർ, ഇതില് നമ്മൾ ഒരിക്കലും കഴിയില്ല എന്ന് നമ്മുടെ പല്ലേ കുത്തി നാറ്റിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. നമ്മൾ ഡോക്ടർ ഇപ്പൊ ചെയ്തതെല്ലാം നല്ല കാര്യമാണ്. ആകെ ഏതൊരു കാര്യത്തിനും ഹോമിയോപ്പതി അറിയാലോ. ഹോമിയോപ്പതി രംഗത്തുള്ളവര് 3rd ഗ്രേഡ് ബ്രെയിൻസ് ആണ് നമ്മുടെ ലെവലിൽ ഇരിക്കുന്നവർ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പിന്നോക്കം. നമുക്ക് സാമ്പത്തികമായിട്ട് സ്പോൺസർ ചെയ്യാൻ ആളില്ല, നമുക്ക് വേണ്ടിയിട്ട് പറയാൻ ആളില്ല, നമുക്ക് വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ മൂവ് ചെയ്യാൻ ആളില്ല. അപ്പൊ ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് സംഘടനകളും വ്യക്തികളും നല്ല പ്രാക്ടീസുള്ള ഹോമിയോപ്പതി ഡോക്ടേഴ്സ്, നല്ല പേരും പെരുമയുള്ളവരും. ഇപ്പം അലോപ്പതിക്കാർക്കെതിരെ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഒന്നും ചെയ്യാത്ത? അവർ ഒരു ദിവസം പണി മുടക്കിയാൽ രാജ്യം നിന്നുപോകുന്ന ഒരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അത് മാത്രമല്ല, ഭീകരന്മാരാണ് അവരെ സ്പോൺസർ ചെയ്യുന്നത്. അതല്ല, നമുക്ക് നമ്മുടെ ലിമിറ്റേഷനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ കഴിയുന്നതും നമ്മൾ പിടിച്ചു വാങ്ങിക്കാനായിട്ട് ശ്രമിക്കാന്നുള്ളൂ. ഡോക്ടർ ഇപ്പൊ മെനക്കെട്ട് അതിന്റെ എല്ലാ ഫീച്ചേഴ്സും മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ട് പറയാണ്. നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് മാറി നിന്നാൽ കഴിയുന്ന കാര്യം കഴിയും എന്നാണ് പറഞ്ഞത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള്. പിന്നെ വരേണ്ടത് പൊളിറ്റിക്കൽ മൂവാണ്. ഒരിക്കലും നമുക്കൊരു നമുക്ക് സംഗതികൾ ചെയ്യാൻ പറ്റുക. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഞാൻ വ്യക്തിപരമായിട്ട് ഇപ്പൊ ഈ സംസാരത്തിൽ വരാൻ കാരണം പബ്ലിക് ഹെൽത്ത് ബില്ല് താല്പര്യമുള്ളതുകൊണ്ടാണ്. റിയാക്ട് ചെയ്യാതിരുന്നത് നല്ലൊരു ടെന്യൂർ ഞാൻ IHMയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയതുകൊണ്ടാണ്. ഞാനിപ്പോ അതിനെല്ലാം ഞാൻ ഓർഡിനറി മെമ്പറാണ്. ഓർഡിനറി മെമ്പറാകുമ്പോൾ എനിക്ക് ഇടപെടാൻ, പറയാം, വസ്തുനിഷ്ഠമായിട്ട് ഞാൻ ചിന്തിക്കുന്ന പോലെ പറയാൻ പറ്റും. പക്ഷെ നമ്മൾ നെഗറ്റീവ്സ് വിടുക, എല്ലാവരുടെയും നെഗറ്റീവ്സും വിടുക. അല്ല, ഈ IHMA ആണെങ്കിലും IHK ആണെങ്കിലും ഇഫക്റ്റീവായിട്ട് ഇപ്പോഴും മുന്നോട്ട് വന്നിട്ടില്ല.
പക്ഷെ അവര് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് കണക്കാക്കണ്ട. നമ്മുടെയൊക്കെ ചോരയിലുള്ളത് നമ്മളത് കണക്കാക്കിയിട്ടല്ല മുന്നോട്ട് പോകുന്നത്. നമ്മളുടെ ഇത് ഗോൾ സെറ്റ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. ആ ഗോൾ സെറ്റിങ്ങിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതൊക്കെ വേറെ കാര്യങ്ങൾ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. വ്യക്തി സുപ്രീം കോടതിയിൽ പോയി അംഗീകാരം വാങ്ങിച്ചതുകൊണ്ടാണ് ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും കോവിഡിന് നമുക്ക് അനുവാദം കിട്ടി എന്ന് പറയുന്നത്. ഒറ്റൊരു വ്യക്തിയാണ് പോയത്, ജയപ്രസാദ്. ഒരു രംഗത്ത് വന്നിട്ട് ഞാനാ ചെയ്തതെന്ന് ചിലപ്പോൾ സുഹൃത്തുക്കളുടെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഒരിടത്തും വന്ന് ഞാൻ നേടിയതിനെ അവരെല്ലാരും ക്യാഷ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് നടന്നിട്ടില്ല ജയപ്രസാദ്. പകരം പുള്ളി സാമ്പത്തികമായിട്ട് ഒരുപാട് തകരുകയാണ് ഉണ്ടായത് ആ കേസുമായിട്ട് മുമ്പോട്ട് പോയത്. അപ്പൊ ഈ കഷ്ടപ്പെടുന്നവർക്ക് കഷ്ടപ്പെടാനേ പറഞ്ഞിട്ടുള്ളൂ. കൊയ്യുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കും. അത് ഏത് കാര്യമായിരുന്നാലും ശരി. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനോട് കൂറ് കാണിക്കാൻ പരാജയപ്പെട്ടു. അത് സംഘടനയിലും കൊള്ളാം, വ്യക്തികളായാലും കൊള്ളാം. നമുക്കുള്ള റിസോഴ്സ് വെച്ചിട്ട് നമുക്കൊന്ന് പൊരുതുന്നതായിരിക്കും എപ്പോഴും നല്ലതാണ് എന്റെ വിനയപൂർവ്വമായിട്ടുള്ള ഒരു അഭിപ്രായം. ചെയ്തതെല്ലാം നല്ലത്, നമുക്ക് ഒരുപാട് വെട്ടിപ്പിടിക്കാനോ. എനിക്ക് പറയാനുള്ളതേ, ഇവിടെ പ്രോട്ടോകോളിന്റെ കാര്യം ഞാൻ ആദ്യമേ വ്യക്തമാക്കിയിരുന്നു. കാരണം ഇത് കൊറോണ സമയത്ത് CCRH ഒരു പ്രോട്ടോകോൾ ചികിത്സയ്ക്ക് ഇറക്കിയതാണ്. അത്തരത്തിലൊരു പ്രോട്ടോകോൾ ഇനിയും സാധ്യതയുണ്ട്. അതില്ല എന്ന് പറഞ്ഞില്ല, സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ പ്രോട്ടോകോൾ ഉണ്ടാക്കാൻ നമ്മൾക്ക് അവസരം തന്നിട്ട് നമ്മൾ ഉണ്ടാക്കാതിരിക്കുന്നു എന്നൊരു ധാരണ ആണ് ഡോക്ടർ സംസാരിച്ചു വന്നതെന്ന് എനിക്ക് തോന്നി. അങ്ങനെയല്ല. നിയമത്തിൽ പറയുന്നത് നമ്മുടെ പ്രോട്ടോകോളിനെ കുറിച്ച് പറയുന്നില്ല. അത്തരം ഒരു നമ്മുടെ പ്രോട്ടോകോളുകൾ ഉണ്ടാക്കാനുള്ള അവസരം റൂൾസിൽ ഉണ്ടാകണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതായത് വകുപ്പിന്റെ 7-8 പറയുന്നത് ഇതിന് വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നാണ്. അതിന് നിർവചിച്ചിട്ടില്ല. നിർവചിക്കാത്തത് മനഃപൂർവ്വമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ, കെട്ടിടം എന്താണ്, ഓവുചാൽ എന്താണ് എന്നുള്ള, ശുചിമുറി എന്താണ്, ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾ വരെ നിർവചിച്ചിട്ടുള്ള. സർക്കാർ എന്ന് വെച്ചാൽ കേരള സർക്കാർ എന്നാണെന്ന് ഡെഫിനിഷൻ ക്ലോസിൽ കൊടുക്കുന്നുണ്ട്, നിർവചനം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ എക്സ്പെർട്ട് കമ്മിറ്റി നിർവചിച്ചിട്ടില്ല. മാത്രമല്ല പ്രോട്ടോകോൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവിടെ ബഹുവചനം ഉപയോഗിച്ചിട്ടില്ല, പ്രോട്ടോകോളുകൾ എന്ന് പറഞ്ഞിരുന്നില്ല. പിന്നെ ആശങ്ക ഉണ്ടാകുന്നതിന്റെ ഒരു കാരണം, കൊറോണ സമയത്ത് ഒറ്റ പ്രോട്ടോകോളേ ഉണ്ടായിരുന്നുള്ളൂ. കൊറോണ സമയത്ത് ഹോമിയോപ്പതി പനി പോലും ചികിത്സിക്കരുത് എന്ന് പറഞ്ഞ് ഓർഡർ ഇറക്കി. എന്നിട്ട് അലോപ്പതി മെഡിസിൻ മാത്രമേ കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു. അതിന് എതിരെ കേസിന് പോയത് ജയപ്രസാദ് കരുണാകരനല്ല കേസിന് പോയത്. അത് കോഴിക്കോടുള്ള അദ്ദേഹത്തിന്റെ പേര് സുപ്രീം കോടതിയിൽ പോയി വിധി വാങ്ങിച്ചത്. അജയ്കുമാർ ബാബുവാണ് സുപ്രീം കോടതിയിൽ പോയി വിധി വാങ്ങിച്ചത്. ഇതിന്റെ പ്രസാദ് നാരായൺ അദ്ദേഹത്തിന് ചികിത്സയിൽ നിന്ന് തടഞ്ഞവർ വന്നപ്പോൾ, അതായത് വ്യക്തിപരമായിട്ടുള്ള ഒരു കേസായിരുന്നു. ആ കേസിൽ അദ്ദേഹത്തിന് ചികിത്സാനുവാദം, ഞാൻ ഈ 2 കോടതി വിധിയെ എടുത്ത് പഠിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെയാണ് വന്നത്. ഇവിടെ പ്രോട്ടോകോൾ തരാൻ ഹോമിയോപ്പതിക്ക് അനുവാദം ഉണ്ടായിട്ട് നമ്മൾ ചെയ്യാതിരിക്കുന്നതല്ല. അനുവാദം ഇല്ല എന്നുള്ളത് നമ്മൾക്ക് റൂളിലൂടെ അതിനുള്ള അനുവാദം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക, അതിനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സന്തോഷം തന്നെയാണ്. കാരണം പ്രോട്ടോകോൾ ഹോമിയോപ്പതിയുടെ ഇതിൽ ഇപ്പോൾ അതിന് ചില പരിമിതികളുണ്ട്. അലോപ്പതിക് മെത്തേഡ് അവർ ലീനിയർ സയൻസ് എന്ന രീതിയിൽ അവർ വെക്കുന്ന രീതിയിലുള്ള ഒരു പ്രോട്ടോകോൾ നമ്മൾക്ക് വെക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ രീതിയിലുള്ള ഒരു പ്രോട്ടോകോൾ നമ്മൾ സമർപ്പിക്കാൻ ഉള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായി വരും. അത് സർക്കാർ തലത്തിൽ തയ്യാറായില്ലെങ്കിൽ മറ്റ് സംഘടനകളായിട്ടോ മറ്റ് പല രീതിയിലോ ഉണ്ടായി വരും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം, നമ്മൾക്ക് പ്രോട്ടോകോൾ സമർപ്പിക്കാനുള്ള അവകാശം ബില്ലിൽ, ആക്ടിൽ എവിടെയും പറയുന്നില്ല. ആക്ടിൽ പറയുന്നത് ഇതിന്റെ പ്രോട്ടോകോൾ തീരുമാനിക്കുന്നത് പബ്ലിക് ഹെൽത്ത് ഓഫീസർ ആയിരിക്കും, PHO ആയിരിക്കുമെന്നും സമിതിയിൽ ഇപ്പൊ നേരത്തെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. എല്ലാവരും അത് തിരുത്തി. സമിതിയിലെ അംഗത്തിനെ അറിയിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ഒരു ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ കൂടി ഉള്ള കുറെ മെസ്സേജുകൾ ഇവിടെ പരന്നു. അത് ഔദ്യോഗിക തലത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ആദ്യം അതിന് തുടക്കമിട്ടത്. അതിനുശേഷം ഒരു സംഘടന അത് ഏറ്റെടുത്ത്, ആ സംഘടന ഏറ്റെടുത്തിട്ട് പറഞ്ഞ് ഇപ്പോൾ അവര് തന്നെ തിരുത്തി. ആക്ടിൽ 4 സ്ഥലത്ത് പറയുന്നുണ്ട് ഇത് ആരെയാണ് അറിയിക്കേണ്ടതെന്ന്. ഒരു സ്ഥലത്തല്ല, 4 സ്ഥലത്ത്. അതുപോലെ ഈ പ്രോട്ടോകോളിന്റെ കാര്യത്തിലും ഹോമിയോപ്പതിക്ക് ഉണ്ടായിട്ട് നമ്മൾ ചെയ്യാതിരിക്കുന്നതല്ല. നമുക്ക് ഉണ്ടെങ്കിൽ ചെയ്യാൻ ഇപ്പൊ അതിനുള്ള കഴിവുള്ള ആൾക്കാരുണ്ട്. ഇപ്പം ഇവിടെ ഈ വേദിയിലുണ്ടോന്നല്ല, അതിനുള്ള കഴിവുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തി തീർച്ചയായും അത് ചെയ്തിരിക്കും. പക്ഷെ അതിനുള്ള അവസരം ഇല്ലാത്തവരുടെ ആദ്യം അത് വാങ്ങിച്ചെടുക്കുക, അതാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത് വാങ്ങി അത് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രോട്ടോകോൾ ഉണ്ടാക്കും. അല്ലാതെ നെഗറ്റീവ് ഒന്നും പറഞ്ഞില്ല. ആദ്യം തൊട്ടും നമ്മൾ പറയുന്നത്
ഇതാണ് CCRത്തിന് പ്രോട്ടോകോൾ ഉണ്ടായിരുന്നല്ലോ കൊറോണ സമയത്ത്. അത് നെറ്റിൽ ഇപ്പോഴും സെർച്ച് ചെയ്താൽ കിട്ടും. CCRത്തിന് പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പൊ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ കീഴിൽ ഒരുപാട് കുറെ രോഗങ്ങൾക്ക് കുറെ പ്രോട്ടോകോളുകൾ ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ എന്ന് പറയുന്നത് അലോപ്പതി പോലെ അത് മാത്രം ഈ ഈ വിവരം, ചികിത്സാ വിവരം അവരെ അറിയിക്കണം എന്നുള്ളതിന്റെ പിന്നിൽ ഉള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ആ കൃത്യം വരയിട്ട വഴി കൂടി മാത്രമേ പോകാവുള്ളൂ എന്ന് പറയുന്നത്. അലോപ്പതിക്ക് ആദ്യം കുറെ മെഡിസിൻ തീരുമാനിച്ചു, WHO തീരുമാനിച്ചു, അത് പിന്നീട് പിൻവലിച്ചു. അപ്പൊ അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പിന്നീട് അത് പിൻവലിച്ചു. അപ്പൊ വേറെ പുതിയത് വന്നപ്പോൾ അത് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഹോമിയോപ്പതിക്ക് അങ്ങനെയല്ല, പല ഓപ്ഷൻസ് ഉണ്ടാവും, പ്രോബബിൾ ഇതുണ്ടാവും. അത്തരത്തിലുള്ള ഒരു പ്രോട്ടോകോൾ ഹോമിയോപ്പതിയിൽ ഇറക്കാൻ എന്തായാലും തീർച്ചയായിട്ടും ശ്രമിക്കും. അത് ശ്രമിക്കുന്നത് അതിനുള്ള അവസരം ഉണ്ടായാൽ മാത്രമല്ലേ പറ്റുള്ളൂ. അവസരം ഇല്ലാത്തടത്ത് നമ്മളിവിടെ പ്രോട്ടോകോൾ ഉണ്ടാക്കി വെച്ചിട്ട് ആക്ടിൽ അങ്ങനെ ഒരു വകുപ്പില്ലെങ്കിൽ പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് എന്താ കാര്യം? നമ്മളെ പ്രോട്ടോകോൾ ചെലവാകുമോ എന്നുള്ളത് ആദ്യം നോക്കണം. അതുപോലെ തന്നെ എനിക്ക് ദേവൻ ഡോക്ടറുടെ അൻസാർ ഡോക്ടറുടെ ഒരു സംശയം ചോദിക്കാനുള്ളത്, ഈ എന്താണ് നോർത്ത് സോണും മിഡിൽ സോണും ഒക്കെ മീറ്റിങ്ങുകൾ നടന്നു. അതുപോലെ എന്തുകൊണ്ട് ഒരു സൗത്ത് സോൺ മീറ്റിംഗ് സംഘടിപ്പിച്ചുകൂടാ? അല്ല, സൗത്ത് സോൺ പ്ലാൻ ചെയ്യുന്നുണ്ട്, അധികം വൈകാണ്ട് ഉണ്ടാവും. പിന്നെ സൗത്ത് സോണിലുള്ള ആൾക്കാര് ഇപ്പോ നമ്മുടെ ഗ്രൂപ്പിൽ ഭൂരിപക്ഷം ഉള്ളതും നോർത്ത് സോണും മിഡിൽ സോണും ആണ്. സൗത്ത് സോണിലുള്ള ആൾക്കാർ കുറവാണ്. അഡ്വക്കേറ്റ് പറഞ്ഞത് മാത്രം അവിടെ കേട്ടിരുന്നെങ്കിൽ അത് ഞങ്ങൾ വീഡിയോ ആയിട്ട് ഇറക്കുന്നുണ്ട്. ഇത് ഈ മെഡിക്കൽ ഡാറ്റ എന്ന് പറയുന്നത് അത്ര നിസ്സാര സംഭവമൊന്നുമല്ല. സ്പ്രിംഗ്ലർ കരാർ ഓർമ്മയുള്ളവർക്ക് മനസ്സിലാകും. ഇത് വിദേശ കമ്പനികൾക്ക് ഈ സാധനം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ വിലയുണ്ട്. നമ്മളിപ്പോ ഇത് വയബിൾ ആണെന്ന് പറഞ്ഞിട്ട് ഇതൊന്നുമല്ല, അങ്ങനെയല്ല. ഇത് മെഡിക്കൽ ഡാറ്റ സൂക്ഷിക്കേണ്ടതിനായ നിയമങ്ങളുണ്ട്. ഇന്ത്യൻ സെൻസസ് ആക്ട്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആക്ട്, ഈ 2 ആക്ടിലും കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനെ ലംഘിച്ചുകൊണ്ട് ഒരു സർക്കാരിനും ഒരു ഏജൻസിക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വേണ്ടത്ര സുരക്ഷിത എവിടെയെങ്കിലും ഇല്ലെങ്കിൽ അത് ചെയ്തവരുടെ കുഴപ്പം. നാളെ ലീക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഉത്തരവാദിത്തം പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഗ്രൂപ്പിൽ പലരും ചോദിച്ചപ്പോൾ നിലവിൽ ഇപ്പോൾ അറിയിക്കേണ്ട എന്നുള്ള ഉത്തരം കൊടുത്തത്. കാരണം ഇത് നിയമപരമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ സൗത്ത് സോണില് നടത്തണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അവിടെ നമ്മളെ കൃത്യമായിട്ട് വരുന്ന ചെലവ് വീതിച്ചിട്ട് ആണ് നമ്മളിത് നടത്തുന്നത്. അല്ലാതെ ഇതൊരു സെമിനാർ പോലെ ലാഭം അങ്ങനെയുള്ള ഉദ്ദേശിച്ചിട്ടുള്ളതൊന്നുമല്ല. കൃത്യമായിട്ട് ബില്ല് എല്ലാം എടുത്തിട്ട് അവിടെ വരുന്ന ചെലവ് നമ്മൾ വിഭജിച്ച് ഈക്വൽ ആയിട്ട് എല്ലാവരും ഷെയർ ചെയ്താണ് നമ്മളിത് നടത്തുന്നത്. അപ്പോ ഇതിന്റെ മുന്നിൽ നിൽക്കുന്ന ഞങ്ങൾക്കല്ലാതുള്ള ഒരുപാട് ചെലവുകളുണ്ട്. അതൊന്നിനൊന്നും ഇതുവരെ ഒരൊറ്റ പിരിവും ഞങ്ങളുടെ കൂട്ടായ്മ നടത്തിയിട്ടില്ല. ഒരാളോട് പൈസ വാങ്ങിച്ചിട്ടില്ല. ഞങ്ങൾ സ്വന്തമായിട്ട് പൈസ എടുത്തിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കുണ്ടറയിലും അങ്ങനെയുള്ള ഇദ്ദേഹത്തെ കാണാൻ പോയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇതിനായിട്ട് 6 തവണ പോയിട്ടുണ്ട്. ഇതൊന്നും കൃഷ്ണനാഥ് MLA കാണാൻ പോയിരുന്നു. കൃഷ്ണനാഥ് MLA. അപ്പോ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് ഒരു ഡോക്ടറെ വിളിച്ച് CV പത്മരാജൻ എന്ന് പറയുന്ന പഴയ കോൺഗ്രസ് നേതാവ് വഴി ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ ബന്ധു വിളിച്ചിട്ട് ഏർപ്പാട് ചെയ്ത് പറഞ്ഞപ്പം നിങ്ങൾ പോയാൽ ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ പോയി. നമ്മളിത് ചെയ്യാതെയൊന്നും ഇരിക്കുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടാൽ നമ്മളുടെ ഇത് അവിടെ പോവുകയാണ്. അങ്ങോട്ട് പോയിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് എത്ര അനുകൂലമായിരുന്നു എന്നുള്ളത് നമുക്കിപ്പോ ഭാവിയിൽ അനുകൂലമാകും എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ പോകുന്നത്. അപ്പൊ വളരെ സീനിയർ ആയിട്ടുള്ള നേതാവാണ് CV പത്മരാജൻ. അദ്ദേഹം വിളിച്ച് പറഞ്ഞ് ഒരു ഡോക്ടറെ ബന്ധു അങ്ങനെ ആ രീതിയിലാണ്. അപ്പൊ ആ ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളൊന്ന് അങ്ങനെ ചെല്ലണം, ഞാൻ അതിനുള്ളതെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഈ പ്രാക്ടീസും കളഞ്ഞിട്ട് തന്നെയാണ് ഇതിനൊക്കെ പോകുന്നത്. അത് ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, അങ്ങനെ ആരും ധരിക്കുകയും വേണ്ട. ഞാൻ പറഞ്ഞത് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, നമ്മൾ മാക്സിമം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവര് തന്നെ അവിടെ പോയി അബി ഡോക്ടറും അൻസാർ ഡോക്ടറും കൂടി പോയി 3 വിഭാഗത്തിലെ സെക്രട്ടറിമാരെ കണ്ടു. അതൊക്കെ അതിൽ നിന്ന് പലരും നമ്മൾക്ക് അനുകൂലമായ കാരണം ഈ ആക്ടിൽ തെറ്റുണ്ടെന്ന് അവർക്ക് മനസ്സിലായി, നമ്മുടെ സംഘടനകൾക്ക് മനസ്സിലാകണം. ഇത് നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. ഒഫീഷ്യൽസും ലീഗൽ സൈഡും എല്ലാരും പറയുന്നത് ഇത് പ്രശ്നമാണെന്ന് തന്നെയാണ്. കാരണം ഇപ്പൊ ലീഗൽ സെക്രട്ടറീസിനെ കണ്ടപ്പോ ലോ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഇത് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും.
പൊളിറ്റിക്കൽ പാർട്ടീസിന് മാത്രം മനസ്സിലാവുന്നില്ല. പൊളിറ്റിക്കൽ പാർട്ടിക്കും കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി. അവർക്ക് എല്ലാവർക്കും പല മനസ്സിലായിട്ടുണ്ട്. പരിമിതികളും അവര് മനസ്സിലാവാത്തത് ഇപ്പൊ ഹോമിയോപ്പതിക്കാണ്. ഹോമിയോപ്പതിക്കാർക്കാണ് മനസ്സിലാവാത്തത്. പൊളിറ്റിക്കൽ പാർട്ടിക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഈവൻ ഇപ്പൊ ഭരിക്കുന്നവർക്ക് വരെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ എടുത്തു വെച്ച കാല് പുറകോട്ട് വലിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ പലരും നിൽക്കുന്നത്. ഇതിൽ ഏറ്റവും അതാണ് സങ്കടം ഇപ്പോഴത്തെ ഈ അവസ്ഥ. പുനഃപരിശോധന കമ്മിറ്റിയില് ബില്ലിനെ കുറിച്ചുള്ള പുനഃപരിശോധന കമ്മിറ്റിയില് എത്രയോ സീനിയർ ആയിട്ടുള്ള ഡോക്ടർമാര് ഹോമിയോപ്പതിയെ കുറിച്ച് അഭിപ്രായം പറയാൻ കഴിവുള്ളവരുണ്ട്. അവരെ ആരെയും ഉൾപ്പെടുത്തിയില്ലല്ലോ. 2 ഗവൺമെന്റ് ഡോക്ടർമാര് സീനിയർമാരെയും ഉൾപ്പെടുത്തിയില്ലല്ലോ. എന്തോ കഷ്ടം. അല്ല, അത് തന്നെയാണ് പൊളിറ്റിക്കലി ഉള്ള ചില കോക്കസ് കളികളുണ്ട്. അതിപ്പോഴാണ് അവർക്കും മനസ്സിലായിട്ടുള്ളത്. അതിനൊക്കെ എന്തായാലും പരിഹാരം ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മിണ്ടാതിരിക്കുന്നവരെ സെലക്ട് ചെയ്യാന്നാണ് അവര് വിചാരിച്ചത്. മിണ്ടാതിരിക്കല്ല, അത് അവര് പറയുന്ന വഴിക്ക് തന്നെ മാത്രമേ പോവുള്ളൂ എന്ന് ഉറപ്പുള്ളത്. ഉറപ്പുള്ളവരെ. അതല്ല റേഡിയോ പോലെയാണ് ഇവരുടെ മീറ്റിംഗ്. ഓൺ ചെയ്ത് വെക്കും. അപ്പൊ അതിങ്ങനെ കേൾക്കാം. അങ്ങോട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ആ ഒരു സിസ്റ്റമാണ് അവരുടെ. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം ഈ മാസം ലാസ്റ്റോടു കൂടിയാണ് ഇപ്പൊ ഈ കമ്മിറ്റി ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്യുക. ആ ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പബ്ലിക്കിലേക്ക് ചർച്ചയ്ക്ക് വെക്കുന്നതാണ് പറഞ്ഞത്. അത് എത്രമാത്രം ചർച്ചയ്ക്ക് വരും എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും ഈ മാസം കഴിഞ്ഞ് അത് ഇത് വരുള്ളൂ. ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നടപ്പിലാവുള്ളൂ. അതിനു മുമ്പ് ഒരു ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ. ഓക്കെ. യെസ്. മുമ്പ് ഡോക്ടർ രവീന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ ഹോമിയോപ്പതി കമ്മീഷൻ VM സുധീരൻ സാറ് CM പിന്നെ ഹെൽത്ത് മിനിസ്റ്റർ ആയിരിക്കുമ്പോ രവി സാറ് പറഞ്ഞു, ആര് കമ്മീഷനിൽ വരണമെന്ന് ഞങ്ങൾ നിശ്ചയിക്കും. ഈ റെഗുലറായിട്ട് സെക്രട്ടേറിയറ്റ് കയറി ഇറങ്ങുന്ന ഡോക്ടർമാരോട് എനിക്ക് ബഹുമാനമുണ്ട്. ഞാൻ അവരോട് അഭ്യർത്ഥനയായിട്ട് പറയാണ്, അടുത്ത 1.5 മാസം നിങ്ങൾ റെഗുലറായിട്ട് പോവുക. റെഗുലറായിട്ട് പോയി കഴിഞ്ഞാൽ VM സുധീരൻ സാർ അന്ന് ചെയ്ത് എന്താന്ന് വെച്ചിരുന്നാൽ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളൊരു പേപ്പറിൽ നിങ്ങളുടെ റെപ്രസെന്റേറ്റീവിന് എഴുതാ കമ്മീഷനിൽ വരും. ഞങ്ങൾ അങ്ങനെ എഴുതി കൊടുത്ത പാർട്ടിയുടെ പേര് കമ്മീഷനിൽ വന്നപ്പോ രവി സാർ അന്താളിച്ചു പോയി. അപ്പൊ ഇത്രയും നാളും കയറി ഇറങ്ങിയവര് തീർച്ചയായിട്ടും ഇനിയുള്ള 1.5 മാസം കൺസേൺഡ് മിനിസ്ട്രിയിൽ പോണം. നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ സഹായിക്കാനായിട്ട് ആരൊക്കെ കിട്ടുമോ അവരെ ജസ്റ്റ് ഒരു കോൾ ചെയ്തിട്ട് പോവുക. നമ്മൾ അവസാന ലാപ്പിൽ നമ്മൾ പിറകോട്ടായി പോയാൽ ഇത്രയും നാൾ മെനക്കെട്ടത് വെറുതെ ആവും. ഒരുപക്ഷെ കമ്മിറ്റിയിലെ മെമ്പർക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് പഠിച്ചിട്ട് പറയാൻ പറ്റണം. നമ്മൾ ലിഖിതമായിട്ട് എഴുതി കൊടുത്താൽ മതി. പബ്ലിക്കായിട്ട് ഇവരാരും പറയില്ല റൂളിൽ കുഴപ്പമുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്ന്. പക്ഷെ നമ്മൾ എഴുതി കൊടുക്കുന്നത് അവർ വായിച്ചേ പറ്റുള്ളൂ കമ്മിറ്റിയിൽ. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിലൊരു തുമ്പോ വാലോ എങ്കിലും ഹൈലൈറ്റ് ചെയ്യപ്പെടും. ഏതെങ്കിലും ഒരു MLA അതിനെക്കുറിച്ച് സംസാരിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളായിരിക്കും എന്നും പറഞ്ഞ് നമ്മൾ തോറ്റു മാറി കൊടുക്കുക അല്ല. നമുക്ക് ശ്രമിക്കാം, നമുക്ക് കൊടുക്കാം. നമ്മൾ ആരുടെ മുമ്പിൽ തല കുനിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് പണ്ടത്തേനേക്കാൾ ഇപ്പൊ നമുക്ക് അറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. അത് കളക്റ്റീവായിട്ട് ചെയ്യുക. ആരാണോ മുമ്പോട്ട് ഇപ്പം ഈ പറഞ്ഞ ഡോക്ടേഴ്സ് എല്ലാവരും മെനക്കെട്ട് സെക്രട്ടേറിയറ്റിൽ പോയി പ്രൈവറ്റ് പ്രാക്ടീസ് സമയം പോയി എന്നൊക്കെ പറയുന്നു. എന്റെയൊക്കെ 35 കൊല്ലമാണ് നഷ്ടപ്പെട്ടത്. 35 ഗ്രേറ്റ് ഇയേഴ്സ്. എന്തെങ്കിലും നേടിയെന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത്. ആയതുകൊണ്ട് ബഹുമാനമുണ്ട് എല്ലാവരോടും. ബാറ്റൺ കയ്യിലെടുത്തവർ അത് തീർച്ചയായിട്ടും കൊണ്ടുപോവുക. കമ്മിറ്റ്മെന്റോടുകൂടി പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട എല്ലാം ബാക്കിൽ കൂടെ കിട്ടും. ഇത്രയും കാലം അത് കിട്ടി, ഇത്രയും നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിച്ചെങ്കിൽ ഇനിയും പോകാൻ പറ്റും. ഒരു 1.5 മാസം ശ്രീകാന്ത് മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മൾ പിടിച്ചു വാങ്ങിക്കുക. അതായിരിക്കണം ലക്ഷ്യം. അല്ല, അതൊക്കെ അതിനൊക്കെ അപ്പുറം പോയിരിക്കണോ? അതൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട്. അവരെയൊന്നും അത്ര അങ്ങോട്ട് നമ്മള് നന്ദി. ഇനിയിപ്പോ നമ്മുടെ പോയി കണ്ടതാ. സമയം വീട്ടിൽ പോയി കണ്ടതാണ് ശ്രീകാന്തിനെ. ഞങ്ങൾ വീട്ടിൽ പോയി കണ്ടു. എങ്ങനെ റെസ്പോണ്ട് ചെയ്തു? ഞാൻ മരിക്കുമെന്ന് പറഞ്ഞു ഹോമിയോപ്പതിക്ക് വേണ്ടി. അതിൽ കൂടുതൽ എന്താ അത് ശരി, മരിക്കുക. പുള്ളി മരിക്കുന്നു, അല്ലാണ്ട് ദേവരാജനല്ല. അതെ അതെ അത് ഡോക്ടറെ ഇതിങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഞാൻ മതത്തിന് വേണ്ടി മരിക്കും, പക്ഷെ മതം പറയുന്നൊന്നും ഞാൻ കേൾക്കത്തില്ല. അതെ അതെ അത്
അത് അങ്ങനെ പറയുന്നവരുണ്ട്, അങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷെ അതനുസരിച്ച് ഞാൻ ജീവിക്കാൻ തയ്യാറല്ല. ഏതായാലും ഞങ്ങൾ ഈ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അത് വേണ്ട രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് ഇപ്പം സൗത്ത് സോൺ നടത്തണം, സൗത്ത് സോൺ ഒരു ഇത് കൺവെൻഷൻ നടത്താൻ പ്ലാൻ ഉണ്ട്. അത് സൗത്തിൽ നിന്നുള്ള കുറച്ച് ആളുകളുടെ ഒരു സഹകരണം വേണം. ആ സഹകരണം ഉണ്ടെങ്കിലാണ് ഞങ്ങൾക്ക് അത് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച് പറയാൻ, മറ്റൊന്നും അല്ല. കാരണം കൊല്ലം തിരുവനന്തപുരം ജില്ലയാണോ? അതെ അതെ അതെ, കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട. ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അവിടെ ഒരു ഹോൾ അറേഞ്ച് ചെയ്യാനും. ഹോൾ ഇപ്പൊ ജോസ് ഐസക് സാറ് തരാന്ന് പറഞ്ഞു. പക്ഷെ അത് കുറച്ച് ഇന്റീരിയർ ആണെന്നുള്ള ഒരു ഇത് പറഞ്ഞ് എന്തായാലും അത് ആണെങ്കിൽ അത് അവൈൽ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അതാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ടൗണിൽ ഏതെങ്കിലും ആണെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ഇത് ചെയ്യാം. ഇപ്പൊ എറണാകുളത്ത് ഞങ്ങൾ 500 rupees പെർ ഹെഡ് വെച്ചിട്ടാണ്. അത് ഏറെക്കുറെ അത്രയും ചെലവും വന്നിട്ടുണ്ടായിരുന്നു വിത്ത് ഫുഡ്. അതാണ് ചെയ്തത്. അപ്പൊ ആ ഒരു ഇതില് ബാധ്യത ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന, അതും AC ഹോളൊക്കെ ആയിരുന്നു. നല്ല ഹോളായിരുന്നു. ജോസ് ഐസക് സാർ തരുമെങ്കിൽ പിന്നെ ഫ്രീ ആയിട്ടാണെങ്കിൽ പിന്നെ ഫുഡിന്റെ കാശ് മാത്രം മതി. അതാണ് ചെലവ്. ഭാഗ്യലക്ഷ്മി മാഡം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മാഡം എന്താണ് പറയാനുള്ളത്? മാഡം ഏറ്റെന്നായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. മാഡം ഏറ്റെന്നല്ല, മാഡത്തിന്റെ എല്ലാ സഹകരണങ്ങളും അതിനകത്തുണ്ടാവും. തിരുവനന്തപുരത്ത് ഒരെണ്ണം നടത്തണം. ഒരുപാട് ആളുകൾക്ക് ഇതിനെപ്പറ്റി യാതൊരു വിവരവും ഇല്ലാതെ ഇരിപ്പുണ്ട്. ആരെങ്കിലും ഒക്കെ വന്ന് ഇത് കേട്ട് കഴിഞ്ഞ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിക്കൊള്ളട്ടെ എന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. മാക്സിമം സഹകരണവും സപ്പോർട്ടും നമുക്ക് തിരുവനന്തപുരത്തുള്ളവരിൽ നിന്ന് മേടിക്കാം. അത് എന്ന് പറയാനാ. ഞാനും ഒരു തിരുവനന്തപുരംകാരിയാണ്. അപ്പൊ ഇവരാരും പുറകോട്ടല്ല. ഞങ്ങളുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, പ്രശ്നമില്ല. എനിക്കൊരു ഡോക്ടർ അനിൽകുമാറാണ് അഭിപ്രായം പറയാനുണ്ട്. ഡോക്ടർ അനിൽകുമാറാണ്, ഞാനും ഉണ്ട്. അനിൽകുമാർ ഡോക്ടർ ഇവിടെ ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. പിന്നെ ഷഫീഖ് കാണുന്നുണ്ട്. ഷഫീഖ് ഡോക്ടർ ഉണ്ട്. പിന്നെ ഞങ്ങളെല്ലാരും ഉണ്ട്. ജോസ് ഐസക് സാർ ഉണ്ട്. അങ്ങനെ ഡോക്ടേഴ്സ് ഉണ്ട്. ഇല്ല, പക്ഷെ നമുക്ക് കുറച്ച് ആളെ ഒന്ന് ഇത് ചെയ്യണം, സംഘടിപ്പിക്കാൻ നോക്കാം മാക്സിമം. എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. തിരുവനന്തപുരത്ത് പൊതുവെ രാഷ്ട്രീയ ബോധം കൂടുതലായതുകൊണ്ട് സംഘാടനം എന്ന് പറയുന്ന ഒരു ഭീകരമായ ജോലി, ഉത്തരവാദിത്വം ഈ കേട്ടിട്ടുള്ള പേരിൽ പറഞ്ഞിട്ടുള്ളവർ, എനിക്ക് ഇപ്പൊ ഉണ്ട് എന്ന് ഈ രംഗത്ത് വന്ന് പറഞ്ഞിട്ടുള്ളവരെ ഞാൻ എക്സെപ്ഷൻ പറയുന്നു. ബാക്കി തിരുവനന്തപുരത്ത് എന്നുള്ള ഒരു വാക്ക് പറഞ്ഞിട്ട് ലാസ്റ്റ് മിനിറ്റിൽ ആരും രംഗത്ത് കാണില്ല. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഞാൻ നല്ല അനുഭവമുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് അവസാനം എല്ലാത്തിനും നമ്മൾ മാത്രമേ കാണുള്ളൂ. അറിയാലോ രാജ്യം, എല്ലാത്തിനും നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇവരിൽ അധികം പ്രതീക്ഷകൾ കൊടുക്കരുത്, അവർ ചെയ്യുന്നുള്ള. അതിന് പകരം IFPHന്റെ സ്റ്റേറ്റ് നേതൃത്വത്തിലുള്ളവര് ഡേറ്റ് ഫിക്സ് ചെയ്യുക. വെന്യൂ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു വെന്യൂ ഏക്കാമെന്ന് പറഞ്ഞ ആള് അത് മാത്രമേ ചെയ്യുള്ളൂ. ബുക്ക് ചെയ്തിട്ട് വെറുതെ ഇരിക്കും. വെന്യൂലുള്ള ബാക്കി എല്ലാരും അറിയിച്ച് സംഘടിപ്പിക്കുന്ന പണി ഒരു വലിയ പണിയാണ്. അതല്ല, ഞങ്ങളൊരിക്കൽ ഒരു സ്റ്റേറ്റ് മീറ്റിംഗ് വെച്ചിട്ട് ഇവിടുത്തെ ബാനർ മുതൽ എല്ലാ സാധനം കൊണ്ട് അങ്ങോട്ട് കൊണ്ടുവന്നു. അതെ, ആ അനുഭവം വെച്ചിട്ട് ഒരു 30 പേരോ 50 പേരോ കൂടുന്ന കാര്യം ആലോചിച്ച് നിഷ്പ്രയാസമായിട്ട് നടത്താൻ പറ്റും. അല്ല, 50 പേരെ കിട്ടിയാൽ മതി. പക്ഷെ എറണാകുളത്ത് 150 പേരുണ്ടായിരുന്നു. 200 പേര് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ഒരു കാര്യത്തിനും ആരെയും കിട്ടില്ല, കാരണം എല്ലാരും വളരെ പ്രാക്ടിക്കലാണ്. അല്ല, എറണാകുളത്ത് 200 പേര് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അതിൽ കൂടുതൽ കിട്ടുമെങ്കിൽ വളരെ നല്ലത്. അല്ല, എറണാകുളത്ത് കൂടുതൽ പേര് വന്നേനെ, പക്ഷെ നമുക്ക് രജിസ്ട്രേഷൻ നിർത്തി കൊണ്ടല്ലേ. അല്ല, അതെന്താ വെച്ചാൽ ഞങ്ങള് ആദ്യം ചെറിയ ഹോളാണ് ഇത് ചെയ്തത്. അവിടെ കൂടുതൽ പേര് വന്നാൽ ഇരിക്കാൻ പറ്റൂല, ഹോളിൽ കയറാൻ പറ്റില്ല. വന്നേനെ. അല്ല, എന്നെ വിളിച്ചതാ, വരാൻ പറ്റത്തില്ല, അപ്പൊ ഫുള്ളായിപ്പോയി. എന്നെ വിളിച്ചതാ വരാൻ വേണ്ടി, പക്ഷെ അവിടെ ഫുള്ളായിപ്പോയി. എന്ത് ചെയ്യാനാ? അതുകൊണ്ട് ഹരിഹരൻ സാർ തിരുവനന്തപുരത്ത് വരും. തിരുവനന്തപുരത്ത്
എന്തായാലും സാർ പോയോ? ഈ ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. നമ്മൾ എങ്ങും എത്തിയിട്ടില്ല. ഇനിയും കാര്യങ്ങൾ കിടക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇതില് ശരിക്കും ഒരു തുടക്കം ഇടുന്നേ ഉള്ളൂ. നമുക്ക് ഒരു 2-3 പ്രാവശ്യമൊക്കെ ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയാലേ പറ്റുള്ളൂ. ഏതായാലും ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് ശൈല ഡോക്ടറെ ക്ഷണിച്ചു. ഇന്ന് ഈ എന്താണ് പൊതുജനാരോഗ്യ ബില്ലിന്റെ നെല്ലും പതരും കുറിച്ച് ചർച്ച നയിക്കുവാനായി ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള ഡോക്ടർ അൻസാർ, അവരൊക്കെ അൻസാർ ഡോക്ടറൊക്കെ എത്ര നാളുകൊണ്ട് എന്താണ് ഹരിച്ച് ഗുണിച്ച് പൊതുജനാരോഗ്യ ബില്ലൊക്കെ പഠിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്ക് പറഞ്ഞു തരാനായി എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ കുറെ നാളായി ഇവരെല്ലാം ഇതിന്റെ പിന്നിലാണ്. അങ്ങനെ അത്യധ്വാനം നടത്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ അൻസാറിന്റെ IFPHന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ദേവൻ ഡോക്ടറും ഒക്കെ ഒത്തിരി നാളായിട്ട് ഇതിന്റെ പിന്നിലാണ്. അതിന്റെ ഏത് ഭാഗം ചോദിച്ചാലും പറയുന്നത് ഡീറ്റെയിൽസ് പറയുന്നത് കൂടി പോവുകയുള്ളൂ, ഒട്ടും കുറയില്ല. അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പല ഡോക്ടേഴ്സും ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ ഇന്ന് ഈ അവരൊക്കെ എല്ലാം നമ്മുടെ IFPHന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും നന്ദി രേഖപ്പെടുത്തും. നന്ദി ഡോക്ടർ. ഒരിക്കൽ കൂടി ഇതിന്റെ ഒരു 2ാം ഭാഗം വ്യാഴാഴ്ച ഇങ്ങോട്ട് വെക്കട്ടെ അൻസാർ ഡോക്ടറെ? വ്യാഴാഴ്ചയോ? നാളത്തെ കഴിഞ്ഞ്. കാരണം ഒരു ചർച്ച കൂടി ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ പറ്റും. നോക്കാം. ഓക്കെ ഡോക്ടർ, എപ്പോഴത്തേക്കും നമുക്ക് ഈ സൗത്ത് സോൺ പരിപാടി എന്നത്തേക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ഞങ്ങളെ കോർ കമ്മിറ്റിയിൽ ഒന്ന് ചർച്ച ചെയ്യട്ടെ. ഇന്ന് ചർച്ച ചെയ്തിരുന്നു അതിനെ കുറിച്ച്. അപ്പം അത് ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ട് കൊണ്ടുപോകാമെന്നുള്ള ഒരു ഐഡിയ ആണ് വന്നത്. അപ്പൊ അത് ഒന്നുകൂടി സംസാരിച്ചിട്ട് ഞങ്ങൾ അറിയിക്കും. തീർച്ചയായും. നന്ദി ഡോക്ടറെ. അങ്ങനെ ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് ഡോക്ടർ വീണ, ഡോക്ടർ ഹരിഹരൻ സാർ, ദേവൻ ഡോക്ടർ, ഷാജിക്കുട്ടി ഡോക്ടർ, എല്ലാവരെയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ചും മുഹമ്മദ് അൻസാർ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സാർ ഇതിലൂടെ ധൈര്യമായിട്ടിരിക്കണം. കാരണം ഇതിനുവേണ്ടി മുൻപന്തിയിൽ ആരെങ്കിലും നിന്നേ പറ്റൂ. അതുപോലെ തന്നെ സാറുള്ള ഗ്രൂപ്പിൽ അധികം പേര് പറയുന്നില്ല എന്ന് പറയുന്നത്, അതില് എല്ലാവരും മൗനമായിട്ട് പുറകെ ഉണ്ട്. എല്ലാവരും പറയുന്നില്ല. കാരണം വ്യക്തമായിട്ട് അറിയാവുന്നവർക്ക് മാത്രമല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോകാം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈ ദേവൻ ഡോക്ടർ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നോ? ഇല്ല, നേരത്തെ കൈ ഉയർത്തിയതാ. ഇല്ല നമ്മുടെ ഈ 1415 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.